السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات بلسان عربي مبين لعلكم تعقلون ولعلهم يتقون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دورة الثالثة أو القسم الأول من دورة الثالثة من دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന്റെ എളുപ്പയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതി മൂന്നാം സെമസ്റ്റർ മൂന്നാം ഘട്ടത്തിന്റെ ഒന്നാം ഭാഗം. നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? رقم الثامن تمرين رقم الثامن تفيد لعل وقرأنا التمرين رقم 8. تمرين رقم 8 أو التمرين الثامن. إذا قلت رقم لازم أن تقولي رقم 8 ولا تقول رقم 8. طيب رقم 8 എന്നാണ് പറഞ്ഞല്ലേ? طيب അപ്പൊ അത് വായിച്ചു കഴിഞ്ഞു. കംപ്ലീറ്റ് വായിച്ചു. ماذا تفيد لعل في الجمل الآتية؟ لعلك ناجح ماذا കഴിഞ്ഞു അല്ലേ? في حجة الوداع قال صلى الله عليه وسلم في حجة الوداع لعلي لا أحج بعد عامي هذا. എന്താ അർത്ഥം? ഈ വർഷത്തിന് ശേഷം ഞാൻ ഹജ്ജിൽ ഉണ്ടാവത്തില്ലെന്നുള്ളതല്ലേ സാർ? അതെ, ഹജ്ജിന് ഉണ്ടാകുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതെ, ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. അത്താസ് ഇലൈക്കും അംസിലത്തൻ ഉഖ്റ. ഇലൈക്കും അംസിലത്തൻ ഉഖ്റ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. ഇലൈക്കും അംസിലത്തൻ ഉഖ്റ എന്ന് പറഞ്ഞ എന്താണ്? അതൊരു യൂസേജ് ആണ്. ഹുന ഇലൈക്കും ഇസ്മ ഫഇലിൻ. ഇലൈക്കും എന്ന് പറഞ്ഞത് എന്താണ്? അത് ഒരു ഇസ്മ ഫഇലാണ്. ഇസ്മ ഫഇൽ ഇസ്മിനെ പോലെ ഇരിക്കുകയും ക്രിയയുടെ ഫലം ചെയ്യുകയും ചെയ്യുന്നതെന്ന്. കലിമത്തിൻ തദല്ലു അലാ മാ യദല്ലു അലൈഹിൽ ഫഇലു. അതെന്താണ്? ഇസ്മുൽ ഫഇലി. ഇസ്മുൽ ഫഇൽ എന്ന് പറഞ്ഞാൽ കലിമത്തിൻ അതൊരു പദമായിരിക്കും. കലിമത്തിനൊരു പദമായിരിക്കും. കലിമത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇസ്മാകാം, അതേപോലെ ഹർഫാകാം, ഫേലുമാകാം, അതേപോലെ ഇസ്മ ഫേലും ആകാം. എന്തായിരുന്നാലും അതിന് കലിമത്ത് എന്ന് പറയാം. ആ കലിമത്തിന്റെ ഇനങ്ങളാണ് ഫേല്, ഇസ്മ ഫേല്, ഹർഫ്, ഇസ്മ ഫേല് എന്നൊക്കെ പറയുന്ന മറ്റിനം. എന്തായിരുന്നാലും അതൊരു കലിമത്താണ്. തദുല്ലു അലാ മാ യദുല്ലു അലൈഹിൽ ഫിഅലു. ഫിഅലിന്റെ ഫലം ചെയ്യും. തദുല്ലു എന്ന് പറഞ്ഞാൽ അത് അറിയിക്കും. ദല്ല യദുല്ലു അറിയിച്ചു. അലാ മാ യദുല്ലു എന്താണോ അറിയിക്കുന്നത്, അലൈഹി അലാ മാ യദുല്ലു അലൈഹി. മാ വന്നതുകൊണ്ടാണ് അലൈഹി വെച്ച് വരും. അത് എന്തിനെ അറിയിക്കുമോ അത് ഫിഅല്. ഇതല്ലോ അലൈഹിൽ ഫിഅലു. ഫിഅൽ അറിയിക്കുന്നത് എന്തൊക്കെയാണോ അതിനെ അറിയിക്കുന്ന കലിമത്താണ് ഇസ്മ ഫഇൽ എന്ന് പറയുന്നത്. ഗൈറ അന്നഹ എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ്. ഗൈറ മീൻസ് എക്സെപ്റ്റ്. ഗൈറ അന്നഹ ദാറ്റ് ലാ തഖ്ബലു അലാമതഹു. അതെന്ത് ചെയ്യില്ല? ഫിഅലിന്റെ അലാമത്ത് സ്വീകരിക്കില്ല. അലാമത്തുഹു എന്ന് പറഞ്ഞാൽ ഫിഅലിന്റെ വസ്മുൽ ഫഇലി കലിമത്തുൻ തദല്ലു അലാ മാ യദല്ലു അലൈഹിൽ ഫഇലു. ഫഇൽ അറിയിക്കുന്നത്, ഫിഅലിനെ കുറിച്ച് അറിയിക്കുന്നതാണ്. പക്ഷേ ആ ഫഇലിന്റെ
അടയാളം അത് സ്വീകരിക്കുകയില്ല. ഫെയിലിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ എന്താ? ഫെയിലിന്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? അത് ഈ പറഞ്ഞതുപോലെ ഫാലിന്റെ അടയാളം വരും. ഫാലിന്റെ ഹെർഫ് ഉണ്ടല്ലോ, ഫാലത്ത് എന്ന് പറഞ്ഞപ്പോ ഫാലിന്റെ അടയാളം വന്നു. അതേപോലെ തഫ്അലു അല്ല, ഫാലത്ത് എന്ന് പറയുമ്പോൾ മാളിയിൽ ഫെയിലിന്റെ അടയാളം വന്നു. ഫഅൽതു എന്ന് പറയുമ്പോൾ ഫെയിലിന്റെ അടയാളം വന്നു. ഫഅൽന എന്ന് പറയുമ്പോൾ ഫെയിലിന്റെ അടയാളം വന്നു. അതേപോലെ പിന്നെന്താ, ഫഅൽത എന്ന് പറഞ്ഞപ്പം ഫെയിലിന്റെ അടയാളം വന്നു. ഫഅൽതി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഫെയിലിന്റെ അടയാളം വന്നു. പിന്നെ മുളാരയില് യഫ്അലു യഫ്അലൂന എന്നൊക്കെ പറയുമ്പോൾ യഫ്അലുൽ യാ വന്നു, യഫ്അലൂനയില് ഊന വന്നു. അപ്പൊ ഈ അതൈന അല്ലെങ്കിൽ ഹർഫുൽ മുളാറത്ത് പൂർണ്ണത്തിലേക്ക് വേണ്ടി ചേർക്കുന്ന അക്ഷരങ്ങൾ തുടക്കത്തിൽ വരും, പിന്നെ ഊന അവസാനത്തിൽ വരും. ഇതൊക്കെ എന്താണ്? ഫെയിലിന്റെ അടയാളമാണ്. അതേപോലെ ജസ്മ് സ്വീകരിക്കും, നസ്ബ് സ്വീകരിക്കും. ഇതൊക്കെ ഫെയിലിന്റെ അടയാളങ്ങളാണ്. അപ്പൊ ലാ തഖ്ബലു അലാമത്തഹു, അതിന്റെ ഫെയിലിന്റെ അടയാളങ്ങളൊന്നും അത് സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു പദമാണ് ഇസ്മു ഫെയില് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇസ്മു ഫെയില് എന്ന് പറയും. അപ്പൊ നമ്മൾ കലിമത്തിന്റെ ഇനങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഇസ്മു പഠിച്ചു, ഫെയില് പഠിച്ചു, ഹർഫ് പഠിച്ചു. ഇപ്പൊ വേറെ ഒന്നും പഠിച്ചു, ഇസ്മു ഫെയില്. ലാ തഖ്ബലു അലാമത്തഹു. വ ഇലൈക മഅനാഹു ഖുദ്. ഇലൈക എന്ന് പറഞ്ഞാൽ ഖുദ് അൻത, നീ സ്വീകരിച്ചോ എന്നാണ്. നീ എടുത്തോ, യു ടേക്ക്. തഖൂലു എന്ത് പറയും? ഇലൈക ഹാദൽ കിതാബ്, ടേക്ക് ദിസ് ബുക്ക്. യാ ഉഖ്തി ഇലൈകിൽ മലായിഖത. മലായിഖ എന്താണ്? തൂണുകൾ. ഏകവചനം ഏകവചനം മില്ലാക്കുൻ. മലായിക്കു അല്ല, കുന്നല്ല. മസാജിദ് വന്നപ്പോ എന്തായി? മസാജിദ് വസ്നിൽ വന്നപ്പോ മലായിഖു. അൽ മലായിഖു. സ്പൂൺ. മിൽആഖത്തുൻ സ്പൂൺ. അൽ മലായിഖു. അൽ മലായിഖു. മിൽആഖത്തുൻ നമ്മൾ 1ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അൽ ഖിദ്റു അൽ മിൽആഖത്തു ഫിൽ ഖിദ്ർ എന്ന് പഠിച്ചില്ലേ? ഖിദ്റിൽ എന്താ പഠിച്ചത്? ഖിദ്റിന്റെ അകത്ത് ഇടാൻ പറഞ്ഞത് മിൽആഖത്തുനല്ലേ? ആ, കയ്യിലല്ലല്ലോ പറഞ്ഞത്. കയ്യിലല്ലെങ്കിൽ അത് തന്നെയാണ് പറഞ്ഞത്. അത് പോട്ട് ഖിദ്ർ. അൽ മിൽആഖത്തു ഫിൽ ഖിദ്ർ എന്ന് പറഞ്ഞു. അപ്പൊ ഖിദ്റിന്റെ അകത്ത് എന്താ പറഞ്ഞത്? മിൽആഖത്താണെന്ന്. അപ്പൊ മിൽആഖത്താണ് അവിടെ പഠിച്ചത്. സ്പൂൺ പറഞ്ഞിട്ടുണ്ട്. കയ്യിലാണോ അല്ല മിൽആഖത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഉറപ്പില്ല. ഖിദ്റിന്റെ അകത്ത് മിൽആഖത്താണ് പറഞ്ഞെങ്കിൽ അവിടെ പഠിച്ചിട്ടുണ്ട് 1ാം ക്ലാസ്. ഓക്കെ. എന്താ പറഞ്ഞത്? ഇലൈക്കിൽ മലായിക. അപ്പൊ മലായിക എന്നുള്ള നസ്ബ് വന്നത്? ഇലൈക്കി എന്ന് പറഞ്ഞാൽ ഖുദി അൻതി എന്നാണ് അല്ലേ? അപ്പൊ ഖുദി എന്ത് സ്വീകരിക്കണം? മലായിക. ഊണെന്താണ്? മഫ്ഊൽ ബിഹിയാണ്. എന്തെടുത്തോളം പറഞ്ഞു? മലായിക എടുത്തോളം പറഞ്ഞു. Take these spoons. ثلاثة. يقول المذيع مذيع ആരാണ്? ഇദാഅത്ത് എന്താണ്? ഇദാഅത്ത് റേഡിയോ സ്റ്റേഷൻ. സ്റ്റേഷൻ അല്ലെങ്കിൽ പ്രക്ഷേപണ കേന്ദ്രം. റേഡിയോ. അപ്പം
ആ, അപ്പം അപ്പൊ ഈ പ്രക്ഷേപണം ചെയ്യുന്ന ആള് മുദിയ ആരാണ്? പ്രക്ഷേപണം ചെയ്യുന്ന ആള് ജോക്കിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആള്, വാർത്ത വായിക്കുന്ന ആള്. ജോക്കി എന്ന് പറയുന്നു. ഇത് ജോക്കി അതെനിക്കറിയില്ല. റേഡിയോ ജോക്കി. ആ, അപ്പൊ എന്താണ് ഈ വാക്കിന്റെ ഇതിന്റെ ഏതെങ്കിലും രൂപം ഖുറാനിൽ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി. ബാക്കി എന്താണ്? ഹാഫിദ് നിങ്ങൾ പറയും. അദാഉ ബിഹി. അപ്പൊ അദാഇലെ കർത്താവിന്റെ രൂപം എന്താ? ദാഇൻ. അദാ അദാഉ. അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ, ഭയത്തിന്റെയോ നിർഭയത്വത്തിന്റെയോ എന്തെങ്കിലും വിവരം കിട്ടാൻ അദാഉ ബിഹി എന്ന് പറഞ്ഞില്ലേ, അതിനെ അവര് വിളംബരം ചെയ്യും. ആ ഖുറാനിൽ ഇതാകത്തും അപ്പം അതാ യുദിയ ഇതാകത്ത് വിളംബരം. മുദിയ വിളംബരം ചെയ്യുന്നവൻ. അതിനാണ് ഈ പ്രക്ഷേപണം ചെയ്യുന്നവൻ എന്ന വാക്ക് കിട്ടിയത്. ഇലൈക്കും നഷ്റത്തുൽ അഖ്ബാർ. അയാൾ എന്താ പറയുന്നത്? യു ഹാവ് ദ എന്താ പറയാ, നഷ്റത്ത്. നഷ്റത്ത് എന്താണ്? പ്രചരണം എന്നാണ്. വിവരങ്ങൾ, നഷ്റത്തുൽ അഖ്ബാർ, വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന് പറയും. ഇലൈക്കും നഷ്റത്തുൽ അഖ്ബാർ എന്നാണ് അവർ പറയുന്നത്. ഞാൻ അതിന്റെ പ്രയോഗം. നഷ്റത്ത് എന്ന് പറഞ്ഞാൽ നഷ്റത്ത് പ്രചരിപ്പിക്കൽ, പബ്ലിഷ് ചെയ്യൽ. ഇലൈക്കും നഷ്റത്തുൽ അഖ്ബാർ. ഒക്കെ ദാലിക ആമീന. അതേപോലെയാണ് ആമീന. ആമീന, ആമീന അല്ല, ആമീന. വയൽ മഹബൂബ് അലൈഹിം വലദ്ദാലിൻ കഴിഞ്ഞാൽ പിന്നെ എന്താ പറയും? ആമീൻ. നമ്മൾ വഖഫ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ആമീന എന്നാണ് ശരിക്കും അവിടെ. അത് ഫതഹാണ്. ആമീന. നുന്നല്ല, ആമീന. ആമീന ഇസ്മുൽ ഫിഅലാണ്. ബിമാന ഇസ്തജിബ്. ഇസ്തജിബ് എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്തജിബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീകരിക്കാനല്ല പറഞ്ഞത്, മറുപടി നൽകുന്നു. വസ്തജാബ ലഹും റബ്ബുഹും. മറുപടി നൽകി. ഇസ്തജിബ്, നീ ഉത്തരം നൽകൂ, പ്രത്യുത്തരം നൽകൂ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അള്ളാഹ് എന്ന് പറയൂല്ലേ. അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണെന്ന് പറയും. ഇസ്തജാബ എന്ന വാക്കാണ് ഇസ്തജിബ്. അതേപോലെ അഷ്യാഇനെ കുറിച്ച് പറഞ്ഞു. അഷ്യാ, അഷ്യാ ഉ, അത് മംനൂ മിന സർഫാണ്. മംനൂ മിന സർഫി ലിഅന്ന അസ്ലഹു അഷ്ജിയാഉ. അഷ്ജിയാഉ എന്നാണ് അതിന്റെ അതിന്റെ അടിസ്ഥാനം. അഷ്യാ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വസീലിൽപ്പെട്ടതാണ്, എന്തുകൊണ്ടാണ് അതിന് മംനൂ മിന സർഫായതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ എന്താണ് അത്? അഗ്നിയാ വസീലിലുള്ളതാണ്. അഗ്നിയാ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞല്ലോ, ദരിദ്രരും സമ്പന്നന്മാരും ഒരുമിച്ച് വരുന്ന ഒരു വിഷയം. അഗ്നിയാവും ഫുഖറാവും പഠിച്ചു വയ്ക്കാൻ പറഞ്ഞില്ലേ. അപ്പൊ അഗ്നിയാ, ഫുഖറാ, മസാക്കീന്, മസാജിദ്, ഇതൊക്കെ എന്താണ്? ഖൈറു മുൻസരിഫാണ്. അപ്പൊ അത് അഗ്നിയാ വസീലിൽപ്പെട്ടതാണ് ഇത്. അഷിയാഉ. അഷിയാഉ എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് അഷിയ എന്നത് ഖൈറു മുൻസരിഫ് ആയത്. അലാ വസ്നി അഫ്ഇആലു. നമ്മൾ ഈ വസ്നല്ല പഠിക്കുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ആ വസ്നാണ് പഠിക്കുന്നത്. അപ്പൊ അതൊരിക്കലും മറക്കൂല. പഠിച്ചു വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം അഗ്നിയാ, ഫുഖറാ, മസാക്കീന്, അതേപോലെ നമ്മൾ പഠിച്ചു വെച്ചാൽ ആ പാറ്റേണിൽ വരുന്നതെല്ലാം ആ വാക്ക് എന്തായാലും ഖൈറു മുൻസരിഫാണ്. അതേപോലെ ആ പാറ്റേണിൽ വരുന്നതും ഖൈറു മുൻസരിഫ്. ദർസ് പഠിക്കുന്നവര് അല്ലെങ്കിൽ കിതാബ് പഠിക്കുന്നവര് ജമീറിയന്മാര് പറയുന്ന ഒരു യൂസേജാണ് ഈ ഫഅല കൊണ്ടുള്ള എല്ലാ സംഗതിയും പറയും. അഫ്അല വസന, നമ്മൾ സബ്ബഹ വസനാണെങ്കിൽ അഫ്അല ഫഅല ഫഅല തഫഅല 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 ഫഅല തഫഅല തഫഅല
ഇസ്തഫ്അല, എന്നൊക്കെ പറയാം. ഇസ്തഫ്അല എല്ലാ 17 ഗ്രൂപ്പും എന്താ പറയല്? ഫഅല കൊണ്ടാണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് നഹ്വ് അഗ്നിയാ വഅസ്ദിഖാ. അഗ്നിയാ അസ്ദിഖാ പോലെ. പിന്നെ അലിഫിലും ഹംസിലും അവസാനിക്കുന്നത് നമുക്ക് പറയാം. അതും എല്ലാം എന്താണ്? ഗൈറു മുൻസരിഫാണ്. അദ്ദർസു സാനി. ഗൈറു മുൻസരിഫൊക്കെ നമ്മൾ പ്രത്യേകം ടേബിൾ ഉണ്ടാക്കി എഴുതി വെക്കണം കേട്ടോ. നേരത്തെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒരു ഡയറി വെച്ചിട്ട് ഇതുപോലുള്ള എപ്പോഴും നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ട സംഗതികളൊക്കെ പ്രത്യേകം ഹെഡിങ്ങിൽ എഴുതി വയ്ക്കണം. മംനൂഅ സർഫായിട്ട് 2-3 പേജിൽ നമുക്ക് പ്രത്യേകം എഴുതി വയ്ക്കാം. ഒരു പേജ് ഓരോന്നിന്റെ ഹെഡിങ് ഇട്ടിട്ട് ഈ പേജ് കൂടി പേര് കുഴപ്പമില്ല. ഒരു പേജിൽ 2-3 വാക്ക് എഴുതിയാലും കുഴപ്പമില്ല. ഞെരുക്കി വെച്ച് എഴുതിയാൽ നമുക്ക് റെഫർ ചെയ്യാനും പാടായിരിക്കും, നമ്മളെ ബ്രെയിനിൽ അത് കീപ്പ് ചെയ്യാനും പാടില്ല. നബിയും എന്നുള്ളതിന് അൻബിയാഉൻ ആണ്. ഏതാണ്? നബിയുൻ. അംബിയാഉൻ. അംബിയാഉ അല്ല, ആണല്ലേ? ആ. അംബിയാഉൻ. അത് എന്താ എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് പോക്കറ്റ് ബുക്കിൽ നോക്കിയപ്പോ അൻബിയാഉൻ കാണുന്നുണ്ട്. അപ്പൊ അൻബിയാഉ ആണോ പഴയ പോക്കറ്റ് ബുക്കിലൊക്കെ കുറെ ഇതുണ്ടായിരുന്നു കേട്ടോ. ആ കുറെ വയറ് മനസ്സിലൊക്കെ തെങ്ങിട്ട് പോയിട്ടുണ്ട്. അതിൽ ടൈപ്പ് 2 ചെയ്ത് സ്ഥലത്തുണ്ട് അത് അൻബിയാഉൻ എന്നാണ് അതിലുള്ളത്. ആ അപ്പൊ അത് സംശയം ചോദിച്ചത്. അംബിയാഉൻ. അംബിയാഉൻ എന്നുള്ളത് നോക്കാം. ഇതില് വരുമ്പോ അപ്പൊ ഏതില്? കുറ്റം വന്നപ്പോ ആകെ സംശയം. അസ്തികാവ് അതില് വരില്ലല്ലോ. അല്ല, അത് അത് വെറും യൂണിവേഴ്സിറ്റിയില് പരീക്ഷക്ക് വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചതാണ്. പരീക്ഷയ്ക്ക് എന്താ ചോദിച്ചത്? നബിയുൻ ഹയ്യുൻ എന്നുള്ളതിന്റെ 2ന്റെയും ജമ്മ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബഹുജനം. ഓക്കെ. ബഹുവചനം നബിയൂന ചോദിച്ചിട്ടുണ്ടായിരുന്നു. അംബിയാവും. ആ അംബിയാഉൻ. ഓക്കെ. അതേപോലെ ഷഫാഹുല്ലാഹു. ഷഫാഹുല്ലാഹു ഹാദാ ദുആഉൻ والفعل الماضي هنا مستقبل في المعنى. അപ്പൊ എന്താണ്? ഷഫാഹുല്ലാഹു എന്ന് പറയുമ്പോൾ ഷഫാ എന്ന് പറഞ്ഞ എന്താണ്? അല്ലാഹു ശിഫ ആ നൽകട്ടെ. അതെ, അത് മാളിയാണ്, ഫേല് മാളിയാണ്. ഷഫ ഫേല് മാളിയാണ്. വൽ ഫേലുൽ മാളി ഹുന, ഇവിടെ ഫേല് മാളി എന്ത് അർത്ഥത്തിലാണ്? മുസ്തഖ്ബലുൻ. മുസ്തഖ്ബൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചർ. 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 അപ്പോ മുളാരിയെ 2ആയിട്ട് തിരിക്കാം. മുളാരിയാണ് ഒറ്റ വാക്ക്, അതിനെ 2ആയിട്ട് തിരിച്ചാൽ അൽ ഹാലു വൽ മുസ്തഖ്ബൽ. അൽ ഹാലു വൽ മുസ്തഖ്ബൽ, പ്രസന്റും ഫ്യൂച്ചറും രണ്ടും കൂടെ ചേർന്നിട്ടാണ് മുളാരി എന്ന് പറയുന്നത്. هنا مستقبل في المعنى, അർത്ഥത്തിൽ ഭാവിയിലാണുള്ളത്. ഹാത്തി മിസാലൻ ആഖർ മിന ദർസി ലിൽ ഫിഅലിൽ മാളി. ഫിഅൽ മാളിക്ക് ഇതേപോലെയുള്ളതിന് ഇതിന് എന്ത് ചെയ്യും? ഇതുപോലുള്ളതിന് ഉദാഹരണം കൊണ്ടുവരൂ. പാടത്തു നിന്നും ഹാത്തി മിസാലൻ ആഖർ മിന ദർസി ലിൽ ഫിഅലിൽ മാളി അല്ലദീ യുഫീദു ദുആ. വേറെന്തോ പറഞ്ഞായിരുന്നു? വേറെ വാക്ക് ജസാക്കല്ലാഹ്. അത് ജസാക്കല്ലാഹു. ജസാക്കല്ലാഹു ഖൈറൻ റളിയല്ലാഹു അൻഹു. തഖബ്ബലല്ലാഹു. തഖബ്ബലല്ലാഹു. ഇതെല്ലാം അതേപോലെ തന്നെയാണ്. ദുആ എല്ലാം, അതായത് ഇതുപോലുള്ള ദുആകൾ ഇപ്പൊ നമ്മളെ ദുആ 2 രൂപത്തിൽ വരും. ഒന്ന് മാളിയായിട്ട് ഉപയോഗിക്കും, പിന്നെ ഒന്ന് അമ്രായിട്ട് ഉപയോഗിക്കും. അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുമ്പോൾ എന്താണ്? അത് അമ്ര ഫോമാണ്. അതേസമയം ഈ ഇത്തരം സംഗതികൾ വരുന്നത് മിക്കവാറും ആശംസാവചനമായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഷഫാഹുല്ലാഹു എന്ന് പറയും, അല്ലാഹു അദ്ദേഹത്തെ ശിഫ നൽകട്ടെ. ജസാക്കല്ലാഹു, താങ്കൾക്ക് അള്ളാഹ് പ്രതിഫലം നൽകട്ടെ. ആശംസാവചനമായിട്ടാണ് വരിക. തഖബ്ബലല്ലാഹ്.
അള്ളാഹ് സ്വീകരിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. ثاني عشر هل من سؤال എന്ന് പറഞ്ഞത് അസ്ലു ഹാദിഹിൽ ജുംലത്തി ഹൽ മിൻ സുആലിൻ ഇൻദക, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ ഹാവ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഹാവ് എന്ന് പറഞ്ഞാൽ യു ഹാവ്, നിനക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഹൽ മിൻ സുആലിൻ ഇൻദക, നിന്റെ അടുക്കൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്നതാണ് അതിന്റെ അർത്ഥം. അസ്ലു അതിന്റെ യഥാർത്ഥ രൂപം, അസ്ലു ഹാദിഹിൽ ജുംല, ഈ സ്വജനത്തിന്റെ യഥാർത്ഥ രൂപം. ഹാദിഹി മിൻ അസ്സായിദ, ഈ മിൻ എന്താണ്? അഡീഷണൽ ആയിട്ട് വരുന്നതാണ്, ജായിദയാണ്. അപ്പൊ കുറെ ജായിദയായ വാക്കുകളുണ്ടാകും അറബിയിൽ, അതിലൊന്നാണ് മീൻ. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ജായിദയുണ്ട്, നമ്മൾ ആരും പറഞ്ഞ് അംഗീകരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് പിന്നെ ഉണ്ടാവും, പിന്നെ കുറെയൊക്കെ മൂളലായിരുന്നു, പിന്നെയാണ് അധികമുള്ളത്. അങ്ങനെ കുറെ സംഗതികളുണ്ടാവും. നിക്കണേന്ന് പറയും, അടുത്ത് പറയാനുള്ള ഒരു ഗ്യാപ്പാണ് ഉസ്താദെ. അടുത്ത് പറയാനുള്ള ഗ്യാപ്പാണ്. അങ്ങനത്തെ കുറെ വാക്കുകളുണ്ടല്ലോ, ഗ്രാമറിലാണെങ്കിലും എല്ലാറ്റിലും ഉണ്ടല്ലോ. ഇതെല്ലാം ഭാഷയിലുള്ളത് തന്നെയാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാളം ഉപയോഗിക്കുന്നതാണ് മലയാളം, അറബികൾ ഉപയോഗിക്കുന്നതാണ് അറബി. എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്. ചില ആൾക്കാർ ചില വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രം. അവരുടെ ഒത്തിരി ഒരു 2 സെന്റൻസ് പറയുമ്പോഴേക്കും ആ വാക്ക് കുറെ പ്രാവശ്യം പറയും. ഞങ്ങളൊരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു, ടോ 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 എന്ന് പറയും, കേട്ടോ കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ട്, ടോയാണ് ടോയാണ്. ഞങ്ങളുടെ ഉപ്പൊക്കെ പ്രസംഗിക്കുമ്പോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും. നിങ്ങളുടെ ഉപ്പ ഒരു പ്രസംഗനായിരുന്നു, മനസ്സിലായി. മാഷായിരുന്നു. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇത് ജായിദയാണെന്നാണ് പറയാ. ജായിദത്ത് അധികമായി വന്നതാണ്. ഒമിൻ ശുറൂത്തി ദുഖൂലിഹ, അത് ജായിദയായി വരുന്നതിന്റെ ഉപാധികൾ. ഒമിൻ ശുറൂത്തി ദുഖൂലിഹ, അത് പ്രവേശിക്കുന്നതിന്റെ കടന്നു വരുന്നതിന്റെ ഉപാധികളിൽ പെട്ട ചില കാര്യങ്ങൾ. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിക്കണമെന്നില്ല, അത് ചില കാര്യങ്ങൾ. ഇത് വന്നാലേ അങ്ങനെ വരുമെന്ന് നിർബന്ധമില്ല, അതിലുള്ള ചില കാര്യങ്ങളാണ്. ഒന്നെന്താണ് അതിന്റെ മുന്നിൽ നഫിയുൻ ഔ ഇസ്തിഫ്ഹാമുൻ ബിഹൽ, നഫിയുൻ ഔ ഇസ്തിഫ്ഹാമുൻ, നഫിയുൻ ഔ നഹിയുൻ. നേരത്തെ നമ്മൾ ഒരു വാക്ക് പറഞ്ഞില്ല, അംർ നഹി ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? അംർ നഹി ഇസ്തിഫ്ഹാം, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വിരോധക്രിയയാണ് അല്ല, അതൊരു ഒരു ഫോർമാറ്റാണ്, അങ്ങനെ ഒരു ഇതാണ്, ആ ഒരു ഗണമാണ്. അത് ഒരു വാക്കുണ്ട്, ഞാൻ മറന്നുപോയി, അംർ നബി. അതേപോലെയാണ് ഇവിടെ എന്താ? നഫിയുൻ നഹിയുൻ ഇസ്തിഫ്ഹാം. ഇവിടെ അംർ വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നഹിയുൻ നഫിയുൻ ഔ നഹിയുൻ ഔ ഇസ്തിഫ്ഹാം. നഫിയും നഹിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്തെയും രണ്ടാമത്തെയും. ഒന്ന് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നഫി, മറ്റത് വിരോധക്രിയ. ലാ തഫ്അൽ എന്ന് പറയുന്നത്, ലാ തഫ്അൽ എന്ന് പറയുന്നതാണ് നഹി. ഇസ്തിഫ്ഹാം എന്ന് പറയുന്നത് ചോദ്യമാണ്. അത് എന്ത് ചോദ്യമായിരിക്കണം? ഹൽ ഉപയോഗിച്ചുള്ള ചോദ്യമായിരിക്കണം. അപ്പോഴാണ് ഈ മീൻ വരുന്നത്. ആണോ അല്ല, ആ ഹൽ അത് രണ്ടും ആണോ ഉസ്താദെ? അതാണ് ചോദ്യം, ആ ചോദ്യത്തിനുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഇസ്തിഫ്ഹാമുൻ ബി ഹൽ, ഹൽ കൊണ്ടുള്ള ചോദ്യം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ. ഹൽ മീൻ സുആലിൻ, എന്താണ് ഇസ്തിഫ്ഹാം? ഹുറൂഫുൽ ഇസ്തിഫ്ഹാം വേറെയുണ്ട്. ഇവിടെ ഹൽ മാത്രമാണ്. ഇവിടെ അതെ, മസ്തിഫ്ഹാമിയ. الثاني أن يكون مجرورها نكرة. അപ്പൊ നഹിയുൻ ഔ നഫിയുൻ ഔ ഇസ്തിഫ്ഹാം, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ വിരോധക്രിയോ അല്ലെങ്കിൽ ഹൽ ചോദ്യമോ ആകും.
ഹൽ ഉപയോഗിച്ചുള്ള ചോദ്യമോ ആവുക. ഒന്ന് ഇതാണ് അതാണ് ഒരു ഉപാധി. രണ്ടാമത്തെ ഉപാധി എന്താണ്? ശേഷം അത് വരുന്നത് നെക്കിറയായിരിക്കും. അത് മിൻ കാരണമായി ജെറിയപ്പെട്ട സാധനം ഉണ്ടല്ലോ, അതെന്തായിരിക്കും? അത് നെക്കിറായിട്ടായിരിക്കും വരിക. അതുകൊണ്ടാണ് ഹൽമിൻ സുആലിൻ, ഹൽമിൻ സുആലിൻ, you have any question? കവ്വിൻ ജുമൽ സായിദത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? സായിദത്തും ജാഹിദ് എന്ന് പറഞ്ഞാൽ അവിടെ മിൻ എന്ന് പറഞ്ഞാൽ മിൻ ചോദ്യത്തിൽ നിന്നും ഉണ്ടോ എന്നല്ല ചോദ്യം, അങ്ങനെയല്ല ചോദ്യം. മലയാളം ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴത്തേക്ക് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ എന്ന്. അവിടെ ഇൻവെർട്ടഡ് കോമയ്ക്കുള്ളിലാണല്ലോ വിട്ടിട്ടുള്ളത് അല്ലേ? ഇൻവെർട്ടഡ് കോമയ്ക്ക് അകത്തിട്ടിരിക്കുന്നത് മിൻ എടുത്ത് പഠിപ്പിക്കുകയാണ് ഇവിടെ. അതെ, അവിടെ അപ്പം ഇതിന്റെ ഇത് വരില്ലല്ലോ, ജെറ് വരില്ലല്ലോ. അങ്ങനെയല്ല, പിന്നെ അങ്ങനെയല്ല, സായിദത്തിന് വരില്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. 12 മുതൽ വായിക്കും. 12 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന പോലെ വായിക്കുക. ഹൽമിൻ സുആലിൻ, ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ്. അല്ല, മനസ്സിലായി. ഹൽമിൻ സുആലിൻ എന്നതാണ്. അവിടെ എന്തുകൊണ്ട് കസ്റ വരില്ല? പിന്നീട് ഹാദിഹി മിൻ ജായിദത്തു, ഈ പറഞ്ഞ മിൻ എന്ന് പറഞ്ഞ ഈ ജായിദത്തിന് കസ്റ വരാത്ത എന്തെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, അതല്ലാന്നാ ഞാൻ പറഞ്ഞത്. അവിടെ അതല്ല. ഇൻവെർട്ടഡ് കോമ ഉണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായി ഉസ്താദേ. നിങ്ങൾ പറഞ്ഞതിലൊക്കെ ചില പ്രശ്നങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സായിദത്ത് പറഞ്ഞാല് അധികം വരുന്നത് എന്നല്ല, അത് എന്താണ് അധികം വരുന്നത് എന്താ ഞാൻ ചോദിച്ചത്. മിന്നാണ് അധികമായി വരുന്നത്. ആ മിൻ അസ്സായിദത്തു, മിൻ ഹാദിഹി മിൻ അസ്സായിദത്തു. എന്തുകൊണ്ട് സായിദത്തിന് റഫ് കൊടുത്തു? ഹാദിഹി മിൻ, ഈ പറഞ്ഞത് ഒരു മിന്നാകുന്നു എന്ന് പറഞ്ഞ മിൻ എന്ന് പറഞ്ഞ ഒരു കലിമത്താണ്. ആ കലിമത്തിന് അവസാനത്തെ അടയാളം മാറ്റാൻ പറ്റില്ല. കാരണം എന്താണ്? മിൻ എന്ന പദത്തെയാണ് പഠിപ്പിക്കുന്നത്. ഈ മിൻ എന്ന് പറഞ്ഞത് അസ്സായിദത്തു, അതെന്താണ്? അസ്സായിദ, അധികം. അപ്പൊ അത് ഖബറാണ്. ഹാദിഹി മിൻ അസ്സായിദത്തു. അപ്പൊ അതാണ് സായിദത്തിന് റഫ് എടുത്തത്. വമിൻ ശുറൂത്തി ദുഖൂലിഹ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന് രണ്ടാമത്തെ അയ്യക്കൂന മജ്റൂറ നക്കിറത്ത്, അതിപ്പം ഹൽമിൻ സുആലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട്? സുആല് മജ്റൂറാണ്, ചെറിയപ്പെട്ടതാണ്. അതെന്തായിരിക്കണം? നെക്കിറയായിരിക്കണം. അലാ യജൂസു മാരിഫത്തൻ, മാരിഫ ആയിരിക്കൽ. അങ്ങനെ ആ സന്ദർഭത്തിൽ മിൻ വരില്ല, മിൻ അധികമായി വരില്ല. കവ്വിൻ ജുമലൻ അലാ ഖിറാരി മുസ്തഅമിലൻ കലിമാത്തില്ലത്തി ബൈന എന്താണ് ശുറൂത്ത് ദുഹാൽ? ഷുറൂത്ത് ഷർത്തിന്റെ ബഹുവചനമാണ് ഷുറൂത്ത്. ഷർത്തിന്റെ ബഹുവചനമാണ് ഷുറൂത്ത്. ഉപാധി, മിൻ അതിൽ പ്രവേശിക്കുന്നതിന്റെ ഉപാധി. മൺഡേ ആകുമ്പോഴത്തേക്ക് വർക്ക് കൂടുതലായിരിക്കും അല്ലേ ഓഫീസില്? അങ്ങനൊന്നുമില്ല ഉസ്താദേ, മനസ്സിലാവാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാകാതൊന്നുമില്ല, വർക്ക് കൂടുമ്പോഴാണ് മനസ്സിലാകാതെ. ഇത് കൂലറിന് എന്താണ് ഉദ്ദേശം? വരൽ, പ്രവേശിക്കൽ, ആഗമനം. നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ ഈ സാധനം വരൽ, ഇത് കടന്നു വരൽ, ഇത് കടന്നു വരൽ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാ. അവിടെ യഥാർത്ഥ ഗ്രാമർ ഇങ്ങനെയൊക്കെയാണ് പറയാ, ദുഖൂൽ എന്നാണ് പറയാ. ദഖലൽ വഖ്തു എന്ന് പറയും, ദഖല വഖ്തു സ്വലാത്ത് എന്ന് പറയില്ലേ? യഥാർത്ഥ മലയാളത്തിൽ എന്ത് പറയും നമ്മള്? പ്രവേശനം, കടന്നു വരൽ. ദഖല വഖ്തു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാര സമയമായി. അറബി പറയുമ്പോൾ ദഖല വഖ്തു സ്വലാത്ത് എന്ന് പറയും. അല്ലെങ്കിൽ ഹാന വക്ത് എന്നും പറയാം, ഹാന വക്തു സ്വലാത്ത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ആയി എന്ന് പറയാം. ദഖല വക്തു സ്വലാത്ത് എന്ന് പറയലുണ്ട്. അതേപോലെയാണ് ദുഖൂല്. ഈ പറഞ്ഞതുപോലെ വ്യാകരണത്തിലുള്ള സംഗതിയൊക്കെ വന്നാൽ എന്താ പറയല്? അതിന് ദഖല. ഇപ്പൊ ഇന്ന അഖവാത്ത് കേൾക്കല്ല, അത് വന്ന് അതിനെ എന്ത് പറയും? ദഖല ഇന്ന, തദ്ഖുലു ഇന്ന, എങ്ങനെയാണ് പറയാ? ദഖലത്ത് ഇന്ന. അല്ലാതെ കലിമത്ത് സ്ത്രീലിംഗ ആയതുകൊണ്ട് ദഖലത്ത് ഇന്ന, ഓ തദ്ഖുലു ഇന്ന, അങ്ങനെയാണ് പറയാ. കവ്വിൻ ജുമലൻ അലാ ഖിറാരിഹി മുസ്തഅമിലൻ അൽ കലിമാത്ത് അല്ലത്തി ബൈന ഖൗസൈൻ. ഈ പാറ്റേണിലുള്ള എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അത് ഹൽ മിൻ സുആലിൻ, സുആലുൻ എന്ന് തന്നാൽ ഹൽ മിൻ സുആലിൻ എന്ന് ചോദിച്ചു. അതേപോലെ ഖബറുൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? ഹൽ മിൻ ഖബരിൻ, ഹൽ മിൻ ഖബരിൻ, any information.
അതേപോലെ ജദീദ് ഉപയോഗിച്ച് എന്ത് പറയാം? ഹൽ മിൻ ജദീദിൻ. ഹൽമിൻ ജദീദ് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മസീദ് ആണെങ്കിൽ ഹൽ മിൻ മസീദ്. മസീദ്. ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ? യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി. ആരും പഠിച്ചിട്ടില്ലേ മുൽക്ക്? ഏത് സൂറത്ത്? കാഫിലാണോ മുൽക്കിലാണോ? കാഫിലാണല്ലോ. മുൽക്കിലില്ല. യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി ബുക്കിലുള്ളതല്ല ഞാൻ പറഞ്ഞു, ഖുറാനിലോടാണ് പറഞ്ഞത്. അല്ല അതന്നെ മുൽക്കിലില്ല. മുൽക്കിലാണോ കാഫിലാണോ? കാഫിലായിരിക്കും. കാഫിലാണ്. യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി ഫതഖൂലു. അപ്പം നരകം എന്ത് പറയും? നരകത്തോട് ചോദിക്കും, ജഹന്നമ ഹൽ ഇംതലഅതി, നീ നിറഞ്ഞോന്ന് ചോദിക്കും. ഫതഖൂലു, അപ്പം ജഹന്നം എന്ത് പറയും? ഹൽ മിൻ മസീദ്. ഇനിയുണ്ടോ? ഇനിയും വല്ല കാഫറുകളും സത്യനിഷേധികളും ഈമാൻ ഇല്ലാത്തവരും വല്ലതും ഉണ്ടോ? 13 التمرين الثالث عشر 13ാമത്തെ എക്സസൈസ് അല്ലെങ്കിൽ പ്രാക്ടീസ്. ലദയ്യ സുആലുൻ. അപ്പൊ ലദയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലദ ലർഫു മക്കാൻ. ലദ പക്കൽ എന്ന് പറഞ്ഞെന്താണ്? അത് ലർഫു മക്കാൻ, സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ബിമഅന ഇൻദ. ഇൻദ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ലദൈ. വതുഖലബു അലിഫുഹു. ലദ എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ്? എൻഡിങ് വിത്ത് അലിഫാണ്, യാന്റെ ഷേപ്പിലാണെന്നേ ഉള്ളൂ. തുഖലബു അലിഫുഹു, ഇതിന്റെ അലിഫ് എന്ത് ചെയ്യും? കൺവെർട്ട് ചെയ്യപ്പെടും, കൽബാക്കപ്പെടും. തുഖലബു എന്ന് പറയുമ്പോ കൽബ്. മറിക്കപ്പെടും. കൽബ് എന്താണ്? കല്ലബ യുഖല്ലിബു. കല്ലബ അല്ല, കലബ. ഇവിടെ കലബയാണ്. തുഖലബു അലിഫുഹു, യാ മറിക്കപ്പെടും. അല്ല സോറി, അലിഫ് മറിക്കപ്പെടും. യാഅൻ, അതിനെ യാ ആയിട്ട് മറിക്കും. മഅ ദ്ദമീരി കമാ തുഖലബു അലിഫു ഇല. ഇലയിലും അവസാനിക്കും എന്താണ്? അലിഫാണ്. വ അല, അല ആയാലും അലിഫാണ് അവസാനിക്കുന്നത്. ഇതെല്ലാം എന്താവും? അതിന്റെ കൂടെ ഒരു യാ ചേർന്നാൽ ഇത് യാ ആയിട്ട് മറിക്കും. തുഖലബു അലിഫു യാഹു മഅ ദ്ദമീരി കമാ തുഖലബു അലിഫുഹു. അപ്പൊ ഇത് സർവനാമത്തിന്റെ കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും? യാ ആയിട്ട് നമ്മള് ഇല എന്ന് പറഞ്ഞപ്പോ അലിഫാണ്. അവരിലേക്ക് പറഞ്ഞു എല്ലാ സർവനാമത്തിന്റെയും കൂടെ അല്ലല്ലോ. ഇല അലൊക്കെ സർവനാമം അല്ലല്ലോ. ഇല ഈ സർവനാമം ഇല്ല. ഇലയുടെ അവസാനം എന്താണ്? അലിഫല്ലേ? അതെ. അതിന്റെ കൂടെ സർവനാമം ചേർത്ത് നോക്ക്. മുത്തക്കല്ലിം ചേർത്ത്. അല്ല, ഏത് സർവനാമം ചേർത്ത് നോക്ക്. ഇലൈഹി, 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 ഇലൈഹിമാ, ഇലൈഹിം, ഇലൈക, ഇലൈക്കുമാ, ഇലൈകി. എല്ലായിടത്തും യാ വരുന്നുണ്ട്. അതെ അതെ, എല്ലാം യാ ആയിട്ട് പഠിക്കും. നമ്മൾ പണ്ട് തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ് പഠിച്ചതുകൊണ്ട് അങ്ങനെ പോയി. ഇപ്പോഴാണ് അലിഫ് യാ ആയിട്ട് മാറിയ കാര്യമൊക്കെ നമ്മൾ അറിയുന്നത്. ഇതൊക്കെ അന്ന് നമ്മൾ പറഞ്ഞത് എന്താ ആലോചിച്ച് നോക്കി. ഇത് യാ ആക്കണം, ഇല്ല യാന് സുക്കൂൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാല് അല്ല. അപ്പൊ ലദയ്യ എന്ന് പറയുമ്പോ യായിൽ ഒരു യാ ഉണ്ട്. മുത്തക്കല്ലിമിന്റെ യായാണോ അവിടെ? മുത്തക്കല്ലിമിന്റെ യായും മറിച്ച യാവിന്റെ അലിഫ് യാ ആക്കിയത് യായുണ്ട്. തഖൂലു ലദൈഹി ലദൈക ലദയ്യ, അങ്ങനെയൊക്കെ പറയും. വ ഇലൈക്കൽ അംസില, നേരത്തെ പറഞ്ഞതുപോലെ യു ഹാവ് മോർ എക്സാമ്പിൾ. ഇലൈക്കൽ അംസിലത്ത് നേരത്തെ എന്താ പറഞ്ഞു? ഇലൈക്കൽ അഖ്ബാർ എന്ന് പറഞ്ഞില്ലേ? ഇലൈക്കൽ നഷ്റത്തുൽ അഖ്ബാർ എന്ന് പറഞ്ഞില്ലേ? ഇലൈക്ക പഠിച്ചില്ലേ? പഠിച്ചു. നീ ഇലൈക്ക ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളോട് പറഞ്ഞാണ്.
അപ്പൊ ഇവിടെ ഇലയിക്ക എന്ന് പറയുന്നത് ഒരു ഇലയിക്ക എന്ന് പറയുന്നത് അവിടെ ഹെഡിങ് ആയിട്ട് ഇലയിക്ക ഉപയോഗിച്ചത്. ഇലയിക്കല്ല അംസിലല്ല. യു ഹാവ് മോർ എക്സാമ്പിൾസ്. ഓർ ഖുദ് എന്നല്ലേ നേരത്തെ പറഞ്ഞത്. ടേക്ക് മോർ എക്സാമ്പിൾസ്. വജദ്തുഹു ലദൽ ബാബി. വജദ്തുഹു ലദൽ ബാബി. പിന്നെ മാദാ ലദൈക. വജദ്തുഹു ലദൽ ബാബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാതിലിനടുത്ത്. വാതിൽക്കൽ ഞാൻ അവനെ കണ്ടു. രണ്ടാമത് പറഞ്ഞത് മാദാ ലദൈക. അപ്പോ അടുത്ത് എന്താണ്? സർവനാമത്തിനോട് ഇപ്പം ചേർത്തപ്പോ എന്തായി? അതെ. അഭിത്തൻസീൽ ഖുർആനിലുണ്ട്. വലദൈന കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. വലദൈന എന്ന് പറയും. അതേപോലെ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. വലദൈന കിതാബുൻ യൻതിഖു ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പക്കലുണ്ട്. സത്യം സംസാരിക്കുന്ന, സത്യം പറയുന്ന കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. നമ്മുടെ പുസ്തകത്തിന്റെ പേരെന്താ? ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലി ഗൈരിൻ നാതിഖീന ബിഹ. അതിനെ കൊണ്ട് സംസാരിക്കുന്നതല്ലാത്തവരുടെ ഭാഷ, അല്ലാത്ത ഇവർക്ക് വേണ്ടിയുള്ളത്. നതഖ സംസാരിച്ചു, നതഖ സംസാരിച്ചു, അൻതഖ സംസാരിപ്പിച്ചു. ഖുർആനില് അൻതഖയും വന്നിട്ടുണ്ട്. അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ ഖാലൂ ലിജുലൂദിഹിം ബിമ ശഹിദ്തും അലൈനാ എന്ന് ചോദിച്ചില്ലേ? അവരവരുടെ ജുലൂദിനോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിച്ചത്? അപ്പൊ അപ്പൊ ജുലൂദ് പറയും, തൊലി പറയും, അൻതഖനല്ലാഹുല്ലദീ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഇൻ. എല്ലാത്തിനെയും സംസാരിപ്പിച്ചവൻ ആരാണോ അവനാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. അപ്പൊ അൻതഖ സംസാരിപ്പിച്ചു, നതഖ സംസാരിച്ചു, നതഖ യൻതിഖു. ലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ്. സത്യം പറയുന്ന ഗ്രന്ഥം നമ്മുടെ അടുക്കലുണ്ട്, റെക്കോർഡ്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കുല്ലു ഹിസ്ബിൻ എന്താ അർത്ഥം? എല്ലാ പാർട്ടികളും ബിമാ ലദൈഹിം അവരുടെ പക്കൽ ഉള്ളതിനെ കൊണ്ട് ഫരഹൂൻ ആഹ്ലാദിക്കുന്നവരാണ്. എല്ലാവരും അവരുടെ പക്കൽ എന്താ ഉള്ളത് അതിനെ കൊണ്ടാണ് ആഹ്ലാദിക്കുന്നത്. കുറച്ചാളുകളെങ്കിലും കുറച്ചാളെ കൊണ്ട് അവർ ആഹ്ലാദിക്കും. അതേപോലെ തെറ്റാണ് ഹിസ്ബ് അറിഞ്ഞില്ലേ? ഹിസ്ബ് പാർട്ടിയാണ്. ഹിസ്ബിന്റെ ബഹുവചനം എന്താണ്? ഹിസ്ബിന്റെ ബഹുവചനം എന്താ? പാർട്ടിയുടെ മലയാളം എന്താ? പാർട്ടിയുടെ മലയാളം എന്താ? പാർട്ടിയുടെ മലയാളം എന്താണെന്ന്? കക്ഷികൾ അല്ല, തന്നെ കക്ഷികൾ. കക്ഷി ആയിക്കോട്ടെ, സംഘമായിക്കോട്ടെ. ഹിസ്ബിന്റെ ബഹുജനം എന്താ? ഹിസ്ബും ഉണ്ട് ഖുർആനിൽ, അഹ്സാബും ഉണ്ട്. കക്ഷികൾ. ഭാഗം എന്ന് അർത്ഥം പറയാം. ഭാഗം, വിഭാഗം എന്ന് പറയുന്നത് പോലെ, വിഭാഗം എന്ന് പറയുന്ന പോലെ ഭാഗം എന്ന് പറയാം. അതിലാണ് ഹിസ്ബ്. ഖുർആനെ ഹിസ്ബാക്കി തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഹിസ്ബ്, അതാണ് ഭാഗം. ജുസ് എന്ന് പറയുന്ന പോലെ തന്നെ ഹിസ്ബും ഉണ്ട്. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അപ്പൊ എല്ലാ പാർട്ടികളും, എല്ലാ കക്ഷികളും അവരുടെ കയ്യിലുള്ളതിനെ കുറിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹിസ്ബും ജുസുഉം ഒരേ അർത്ഥമോ? ഹിസ്ബും ജുസും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ ജുസ് എന്ന് പറയുമ്പം ഈ ഖുർആനിലെ ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് എന്താണ്, 30 ജുസ് ആക്കി തിരിച്ചിട്ട് പിന്നെ അതിന്റെ ഒരു പകുതിയെ ഹിസ്ബാക്കി തിരിക്കുക, പിന്നെ അതിന്റെ പകുതിയെ റുബ ആക്കുക എന്ന് പറയുന്നത് റുബ എന്ന് പറയും.
ഒന്നാമത്തെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വഫി തൻസീൽ എന്നുണ്ടല്ലോ, അതെന്താണ് ഉദ്ദേശിച്ചത്? അങ്ങനെ പറഞ്ഞാല് ഏത് സ്റ്റാർട്ടിങ്ങിൽ അതാ വഫി തൻസീൽ എന്നുണ്ടല്ലോ, ആ ഖുർആൻ ആയത്ത് പറയുന്നതിന്റെ മുന്നേ. വഫി തൻസീൽ, തൻസീലിലുണ്ട്. മുമ്പ് നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടത്? ഖുർആനിലുണ്ട് എന്ന് പറയുന്നതിന് വ്യത്യസ്ത രീതി ഉപയോഗിക്കും. ആ, അതൊക്കെ എന്താ പറയാ, സാങ്കേതിക പദങ്ങളാണ്, ഇസ്ലാമിക ടെർമിനോളജിയിൽ പെട്ടതാണ്. അതിൽ അപ്പം ഖാല അല്ലാഹു തആല എന്ന് പറയും. അപ്പൊ ഉന്നതനായ അള്ളാഹ് പറഞ്ഞു എന്നാണ്. പിന്നെ അതിനെ എന്ത് ചെയ്തു? ഖാല തആല എന്ന് പറയും. ഖാല തആല, ഉന്നതനായവൻ പറഞ്ഞു. അതേപോലെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഖാല റസൂലുള്ളാഹി എന്ന് പറയും, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അപ്പൊ ഖാലയിലെ സർവനാമമാണ് എടുക്കുന്നത്. ഖാല അദ്ദേഹം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അള്ളാന്റെ രക്ഷയും സമാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പോലെ ഖാല തആല പറയും, ഖാല അല്ലാഹു തആല എന്ന് പറയും. അതേപോലെ ഫിൽ ഖുർആനി വഫിൽ ഖുർആനിൽ കരീം എന്ന് പറയും. വഫിൽ ഖുർആനിൽ കരീം, ആദരണീയമായ ഖുർആനിൽ കരീമിലുണ്ടെന്ന് പറയും. അതേപോലെ വഫി തൻസീൽ, ഇറങ്ങലുണ്ടെന്നാണ്. പക്ഷെ തൻസീൽ എന്ന് പറഞ്ഞ എന്താണ്? തൻസീലും മിർ റബ്ബിക്കും, തൻസീലും മിർ റബ്ബിർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ്? അത് ഖുർആനിനെ കുറിച്ച് പറഞ്ഞതാണ്. അതാണ് ആലങ്കാരിക. തൻസീൽ. അതെ, അതങ്ങനെ ഒരു പ്രയോഗമായി മാറിയതാണ്. തൻസീൽ, ഇറങ്ങലുണ്ട് എന്ന് പറഞ്ഞാൽ തൻസീലിനെ ഖുർആൻ എന്നാണ്, ഖുർആനിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് തൻസീൽ. തൻസീലും ഓക്കെ. മാ ളിദ്ദുൽ മരീദ് സഹീഹ് വരുമോ? സഹീഹുൻ. സഹീഹുൻ അൻത? ആർ യു ഓക്കെ? ഓക്കെ, സഹീഹ് സഹീഹ് സഹീഹ്. അപ്പൊ സഹീഹ് എന്നും പറയാം, മരീദിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സഹീഹ് പറയാം. അതേപോലെ ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ അത് ടെക്നിക്കൽ ടെർമിനോളജിയാണ്. ദഈഫിന്റെ വിപരീതമായിട്ട് സഹീഹ് എന്ന് പറയും. അത് ഹദീസിന്റെ സാങ്കേതിക ശബ്ദം. അൽ ഖാമിസത അശർ ഹാത്തി മാളിയൽ അഫ്ആൽ ലാത്തിയ യഹ്മിലു. മാഹിൽ മാളി ഹമില. ഹമിലയല്ല, ഹമല യഹ്മിലു. ഹമല. യഹ്മിലു. ഹമല എന്ന് തന്നെ ഖുർആൻ വന്നിട്ടുണ്ട്. അതിന്റെ മുന്നിൽ ഒരു എന്താണ്? മാ ളിദ്ദുൽ മരീദ. അല്ല, യൻഫൽ ഫീലു മാളി الذي يفيد الدعاء. ഏത്? യുൻഫൽ ഫിഅലുൽ മാളി അല്ലദീ തുഫീദു ദുആഅ ബിലാ. അതെന്ത് ചെയ്യും? യുൻഫ, നഫിയാക്കപ്പെടും. അൽ ഫിഅലുൽ മാളി അല്ലദീ യുഫീദു ദുആഅ, പ്രാർത്ഥനയ്ക്ക് പകരം എന്താണ്? പ്രാർത്ഥന ഫിഅലുൽ മാളി എന്ത് ചെയ്യും? ഉപയോഗിക്കാം, പ്രയോജനപ്പെടും. അല്ല, യുഫീദു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ആ ഒരു റിസൾട്ട് തരുമെന്നാണ്. യൂസ്ഫുൾ ആണ്, യൂസ്ഫുൾ ആണെന്നുള്ളത്. അത് ഇങ്ങനെ റിസൾട്ട് തരുമെന്നാണ് കേട്ടോ. മുമ്പ് വന്നിട്ടുണ്ട്. ഗ്രാമറിൽ പറയുമ്പോൾ യുഫീദു എന്ന് പറഞ്ഞാൽ ഗീവ് ദ റിസൾട്ട് എന്നാണ്. ഫായദ തരുമെന്ന്. എന്ത് ഫായദ തരും? യുൻഫൽ ഫിഅലുൽ മാളി അല്ലദീ യുഫീദു ദുആഅ, പ്രാർത്ഥനയുടെ ഫലം നൽകുന്ന ഫിഅലുൽ മാളി എന്ത് ചെയ്യും? ഫിഅലുൽ മാളിയെ നഫിയാക്കപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? നിനക്ക് എന്താവരുത്? ലാ ഫദ്ദല്ലാഹു ഫാക്ക്, ലാ ഫദ്ദല്ലാഹു ഫാക്ക്, നിന്റെ നാവ് അറിഞ്ഞുപോട്ടെ എന്ന്. അതേപോലെ അപ്പൊ എന്താണ്? ലാ ഫദ്ദ ആകാതിരിക്കട്ടെ എന്ന്. ഫദ്ദയുടെ മീനിങ് അറിയാത്തതാണ് ഞാൻ അതിൽ നോക്കാഞ്ഞത്. ലാ ഫദ്ദ എന്താണ്? ഫാക്ക് എന്താണ്? വായല്ലേ? വായ. ഫാക്ക് മീൻസ് വായ്. നിന്റെ വായ.
പറഞ്ഞാലിപ്പോ എന്ത്? ലേക്കായി എന്നാണ് ഫദ്ദ. ലാ എന്താ ഫദ്ദല്ലാഹു ഫാക്ക. നിന്റെ നാവ് നിന്റെ വായ പിളർത്താതിരിക്കട്ടെ. പിളർക്കാതിരിക്കട്ടെ. അതെ, മലയാളത്തിൽ നാവിന്റെ വാ പിളർന്നു പോട്ടെന്ന് പറയും. അപ്പൊ നേരെ തിരിച്ചാണ്. ലാ ഫദ്ദല്ലാഹു ഫാക്ക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിന്റെ വാ അടഞ്ഞു പോട്ടെ എന്നാണ് ശരിക്കും. നിന്റെ വാ തുറക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? വാ പിളർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് നമ്മൾ വാ പിളർക്കുക എന്ന് പറഞ്ഞാൽ വാ അങ്ങ് തുറന്നു പോട്ടെ എന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കേട്ടോ, ഞങ്ങളവിടെ കൊണ്ടൊന്നും വിചാരിക്കും. അവന്റെ വാ പിളർന്നു പോട്ടെ എന്ന് പറയും. എന്ന് പറഞ്ഞാല് വാ അടയാതിരിക്കട്ടെ എന്ന്. ഇവിടെ എന്താണ്? ശപിക്കുന്ന പോലെ അല്ലേ? ഇത് ശപിക്കലാണ്. ഇവിടെ എന്താ പറയുന്നത്? ലാ ഫദ്ദല്ലാഹു ഫാക്ക എന്ന് പറയാൻ നിന്റെ വാ വിടർത്താതിരിക്കട്ടെ എന്ന്. അല്ല നിന്റെ വാ വിടർത്താതിരിക്കട്ടെ. ഫദ്ദ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്. കൂട്ടിക്കെട്ടെ. അത് തന്നെ, നിന്റെ വാ മൂടിപ്പോട്ടെ എന്ന്. അപ്പൊ എന്താ പറഞ്ഞത്? അതിന്റെ ഇവിടെ ശരിക്കും ആശയം എന്താണ്? ലാ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? മാളിയോടൊപ്പം ലാ ഉപയോഗിച്ച് പറയാം. എന്തിനു വേണ്ടി? നെഗറ്റീവ് മീനിങ്ങിന് വേണ്ടി. അപ്പൊ മാളിയുടെ കൂടെ എന്ത് ചെയ്യാം? ലാ ഉപയോഗിച്ചാൽ മതി. അപ്പൊ നെഗറ്റീവ് മീനിങ് കിട്ടും ദുആയില്. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് ദുആ ചെയ്യുമ്പോ, നമുക്കത് വരാത്തോണ്ട് നമുക്കറിയില്ല. മായും നമ്മൾ പഠിച്ചില്ലേ? മാ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ലാ ചേർത്താണ് പറയണമെന്ന്. അതായത് ദുആ എന്ന് പറയുമ്പോൾ എതിരെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്? മാവിയുടെ കൂടെ ലാ ഉപയോഗിച്ചാൽ നെഗറ്റീവ് മീനിങ് കിട്ടും എന്നാ പറഞ്ഞത്. മാവി അല്ലത് ഈ തുഫീദു ദുആ, പ്രാർത്ഥനയുടെ ഫലത്തിലുള്ള പ്രാർത്ഥനയുടെ ഫലം ചെയ്യുന്നതിന് എന്ത് ചെയ്യണം? ലാ ഉപയോഗിച്ച് മാവിയെ എന്ത് ചെയ്യാൻ? നെഗറ്റീവ് ആക്കാം. സാധാരണ മുളാരിയല്ലേ നെഗറ്റീവ് ആക്കി പറയും. പിന്നെ ഭാവിയിൽ ആകട്ടെ എന്ന് പറയുമ്പോൾ മുളാരിയല്ലേ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ലാ ഉപയോഗിക്കുന്നത് മുളാരിയുടെ കൂടെയാണ്. ലാ തഫ്അൽ എന്നാ പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യാം? മാവിയുടെ കൂടെ ലാ ഉപയോഗിച്ചാൽ എഗൻസ്റ്റ് ആയിട്ടുള്ള എതിരെയുള്ള പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കാം എന്നാ പറയുന്നത്. പ്രാർത്ഥനക്കും ശാപത്തിനും അതേമാതിരി എതിരെയുള്ള പ്രാർത്ഥനയ്ക്കാണല്ലോ നമ്മൾ ശാപം എന്ന് പറയുന്നത്. ഓക്കെ, 15 മാവിൽ അഫ്ആൽ യഹ്മിലു ഹമല الذين അത് ഹമലത്ത് ഹംലൻ ഖഫീഫൻ എന്ന് പറഞ്ഞില്ലേ? ഹമലത്ത് വഹിച്ചു, ചുമന്നു, വഹിച്ചു, ഗർഭം ധരിച്ചു ഒക്കെ വരും. യതുലഉ യഖ്തുബു ഖത്തിബയാണോ? ഖുതുബ നടത്തിയത് എന്താണ്? ഖതബ, പ്രസംഗിച്ചു അല്ലെ? അഭിമുഖീകരിച്ചു, സംഭാഷണം നടത്തി എന്നൊക്കെ അർത്ഥം വരും. ഇപ്പോഴും പ്രസംഗിക്കുന്ന അർത്ഥം വരില്ല. അല്ല, പരസ്പരം അല്ല, ഒരാള് അസ്തമിച്ചു. ഇവിടെ മാവിയാണ് പറയേണ്ടത്. ഇത് മുളാരിയല്ല, ഇത് മുളാരിയാണ്. ഹാത്തി മാവിയൽ അഫ്ആലാത്തിയാണ് പറയുന്നത്. ഈ മുളാരിന്റെ മാവി പറയണം. യഖ്റബു
പറബ കറബ ഖറബ. കരിബ കരിബല്ലേ ഖരിബ കരി യഖ്റബു. ഖറുബ കരിബയാണോ? കറുബ യക്റുബുണ്ടോ? ഖരിബ. ഇല്ലല്ല കരിബ. കറുബ വേറല്ലേ? ഒരു കറുബയും കൂടി ഉണ്ടല്ലോ. ഖറുബ അടുത്തു. നമ്മളെ രണ്ടും തന്നെ ഉസ്താദ് തന്നിട്ടുണ്ട്. രണ്ടും അടുത്തു അല്ല തന്നെ. വലാ തഖറബു സലാത്ത വഅൻതും സുകറ. അവിടെ എന്താ പറഞ്ഞത്? നമസ്കാരത്തിനോട് അടുക്കരുത്. കറുബ കറുബ എന്നാണ് പറഞ്ഞു തന്നത്. ഒരു സ്ഥലത്ത് കറുബ പറഞ്ഞിട്ടുണ്ട്. 23-ാമത്തെ പേജില് ലാ തഖറബു സലാത്ത വഅൻതും സുകാറ എന്നുള്ളൊരു നിസായിലെ ആയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ലാ തഖറബു. ഇത് ഏത് ഗ്രൂപ്പിലെ പെടുന്നു? മാളി കറുബ എന്ന് ഉസ്താദ് പറഞ്ഞു തന്നത്. കരിബ യക്റുബു അതെ കറുബ യക്റുബ്. മതി. ഖറുബ യഖ്റബു. ഖറുബയുണ്ട്, ഖറബയുണ്ട്. കറുബ എന്ന് വരുമ്പോ രണ്ടും യക്റബൂന യഖ്റബൂന അതാ പറഞ്ഞ കറുബ യക്റുബൂന അങ്ങനെ ഖറുബ അടുത്തു. ബസ്സുറൈസു രണ്ടിന്റെയും മുലാരി ഫോം യക്റബു അല്ലേ? രണ്ടിന്റെ മുലാരി യഖ്റബു. യക്റുബു. ഖറബ യഖ്റുബു എന്ന് പറയാം. അതെ. ബസ്സുറ കരി ബസ്സുറ ഖരിബ യഖ്റബു എന്ന് പറയാം. പക്ഷെ ഖരിബ യഖ്റബു എന്ന് പറഞ്ഞാൽ മാനാഹു അതശ എന്ന്. അതിന്റെ അർത്ഥം ദാഹിച്ചെന്നാണ്. ഇവിടെ ഖറുബ ഖരിബ യഖ്റബു എന്ന് പറഞ്ഞാൽ മാനാഹു അതശ. ഇവിടെ കരിബ അല്ലേ? അതെ. ലാ തഖറബു ഇവിടെ സലാത്ത ഖറുബ. എന്നുള്ളടത്ത് കറുബ. ഇവിടെ ഖറുബ. ഓക്കെ. കരിബ യക്റബു ദാഹിച്ചു. അതെ. എന്ത്യക്കു എന്ത്യക്കു ഇപ്പൊ പറഞ്ഞാണ്. ഇപ്പൊ പറഞ്ഞ സംസാരിച്ചു. മീനിങ് അല്ല, മാവിയാണ്. ആദ്യം മുഫ്രദ് അല്ല, അസ്മാ അല്ല. ആദ്യ മുഫ്രദ് ഹുറും ഹറാമൻ ഹറാമുൻ സുക്കാറ സക്രാൻ സക്രാൻ മലായിക്കത്തുൻ മലക്ക് മലക്കുൻ മആനിൻ മാനൻ മഅനൻ മഅനൻ. അതെ, എന്താണ് യാന്റെ ഷേപ്പിലുള്ള അലിഫിട്ടിട്ടാണ് എഴുതുക. മഅനൻ മഅനൻ. അൽ വന്നാൽ അൽ മഅന. അൽ വന്നാൽ ഒരു പത്തഹേടുള്ളൂ. അൽ മഅന. സാബിയത്ത് അശർ ഹാത്തി ജം അൽ അസ്മാ ഇല്ലാത്തിയ ആമുൻ അഅ്വാമുൻ ത്ഫിലുൻ അത്ഫാലുൻ സഹീഹുൻ സഹീഹത്വനാണോ? ശഹാഹുൻ ശഹാഹുൻ. 5 സഹീഹായ ഗ്രന്ഥങ്ങൾ, 6 സഹീഹായ ഗ്രന്ഥങ്ങൾക്ക് എന്താ പറയാ? ശഹാഹുസ്സിത്ത. ശഹാഹുസ്സിത്ത അല്ലേ? ശഹാഹുസ്സിത്ത എന്ന്. അപ്പൊ സഹീഹിന്റെ ബഹുവചനം സഹാഹ്. സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി എന്നല്ലേ പറയാ ഓരോന്ന് പറയുമ്പോൾ. അതിന്റെ ബഹുവചനം പറയുമ്പോൾ സഹാഹ്.
മുത്തസവ്വിജുൻ, മുതസവ്വിജൂന, മുത്തസവ്വിജൂന. ഹിസ്ബുൻ, അഹ്സാബ്, അഹ്സാബുൻ, ഇമാമുൻ, അഇമ്മത്തുൻ, അഇമ്മത്തുൻ. ദഖൽതു അലൽ മുദീരി, ദഖൽതു അലൽ മുദീരി. ഐ ഐ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഈ പറഞ്ഞിട്ടുണ്ട്. അതായ ഐ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ്, ഇംഗ്ലീഷിൽ എന്താ എഴുതുക? ഇംഗ്ലീഷ് എന്താ എഴുതുക? That is. ദാറ്റ് ഈസ്, ഇംഗ്ലീഷിൽ ഐ ദാറ്റ് മീൻസ്. ഐ ഇ അതന്നെ ഐ ഇ. അതാണ് ഇവിടെ ഹംസും ഞാനിട്ടിരിക്കുന്നത്. ദഖൽതു മക്തബൽ മുദീരി, ദഖൽതു അലൽ മുദീരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലയിൽ കയറുന്നല്ല, മുദീറിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് അടുത്തേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പ്രവേശിച്ചു എന്നാണ്. അദ്ദേഹം ഉള്ള റൂമിൽ ഞാൻ പ്രവേശിച്ചു എന്നാണ്. അദ്ദേഹം ഉള്ള റൂമിൽ ഞാൻ പ്രവേശിച്ചു. ദഖല പറയുമ്പോൾ ആ സ്ഥലത്ത് പ്രവേശിക്കുന്നതിനാണ് ദഖല പറയുക. അപ്പോ ദഖൽതു മക്തബൽ മുദീരി എന്നാണ് എന്റെ അർത്ഥം. വഹുവ ഫീഹി, അദ്ദേഹം അതിലുണ്ടായിരിക്കെ ഞാൻ അതിൽ പ്രവേശിച്ചു എന്നാണ്. അതെ. അത്താസിയത്തെ അഷർ. അപ്പൊ വഹുവ ഫീ, അപ്പൊ ഇവിടെ ഹാലല്ലേ? വാവുൽ ഹാൽ. അയാൾ അവിടെ ഉണ്ടായിരിക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ അവിടെ പ്രവേശിച്ചതിനാണ് ദഖൽതു അലൽ മുദീരി എന്ന് പറയുക. അപ്പൊ മുദീർ ഇല്ലാതെ ആ റൂമിൽ ചെന്നാൽ ദഖൽതു അലൽ മുദീർ എന്ന് പറയാൻ പറ്റില്ല. അവിടെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ദഖൽതു മക്തബൽ മുദീരി എന്ന് തന്നെ പറയേണ്ടി വരും. ആൾ അവിടെ ഉള്ളപ്പോൾ പ്രവേശിച്ചാലാണ് ഞാൻ മുദീറിന്റെ അടുത്ത് ചെന്നു എന്ന് പറയുന്ന രീതിയിലാണ് ഇത് പറയാം. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുദീറിന്റെ അടുത്ത് ചെന്നു. പക്ഷേ അവിടെ ദഖല ഉപയോഗിച്ച് അറബിയിൽ പറയണമെങ്കിൽ ആള് നിൽക്കുന്ന സ്ഥലത്ത് ചെന്നാൽ പറയൂല. ആളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, അതിന്റെ അടുത്ത് ചെന്നാൽ ദഖൽതു അലൽ മുദീർ എന്ന് പറയാൻ പറ്റുമോ? ആള് പുറത്ത് നിൽക്കുകയാണ്, പറയാൻ പറ്റില്ല. ആ ഉള്ള സ്ഥലത്ത് റൂമില് ഉള്ള സ്ഥലത്ത് പ്രവേശിച്ച അവിടെ ചെല്ലുന്നതിനാണ് ഈ വാക്ക് ഉപയോഗിക്കുക. അതിനാണ് ഇവിടെ ദഖൽതു മക്തബൽ മുദീരി. ആയതുകൊണ്ട് അയാളുടെ ഓഫീസിലായിരിക്കും അയാൾ ഉണ്ടാവുക. അയാളുള്ള റൂം എവിടെയാണോ അവിടെ ചെല്ലുന്നതിനാണ് ദഖൽതു അലൽ മുദീരി എന്ന് ഉപയോഗിക്കുന്നത്. അഖാമ സ്വലാത്ത എന്ന് പറഞ്ഞാൽ അൽ മുളാരിഅ യുഖീമു എന്നാണ്. വൽ അംറു അഖിം എന്നാണ്. അഖാമ സ്വലാത്ത എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു എന്നാണ്. അതിന്റെ മുളാരി എന്താണ്? യുഖീമു. യുഖീമു സ്വലാത്ത എന്നാണ്. നമസ്കാരം ഇതിന് ഇഖാമത്ത് നൽകപ്പെടും. വൽ അംറു, എന്റെ കൽപ്പന പറയുകയാണെങ്കിൽ അഖിമു സ്വലാത്ത. ചില ഇമാമൊക്കെ മുൻപരും തന്നെ ഖുത്ബ കഴിഞ്ഞിട്ട് പറയും അഖിമു സ്വലാത്ത എന്ന് പറയും, ഇഖാമത്ത് കൊടുക്കാൻ പറയും. അവരുടെ ഒരു ശൈലിയായിട്ട് പറയുന്നതാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോഴത്തേക്ക് അമ്മാ ബാദ് ഉപയോഗിക്കുക. അതേപോലെ ഖുത്ബ കഴിഞ്ഞ ശേഷം ഖുത്ബയുടെ അവസാനം ദുആ ആയിരിക്കുമല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം അഖിമു സ്വലാത്ത്. അപ്പൊ അക്കൻ ഇഖാമത്ത് കൊടുക്കൂ. ശരി, അതുണ്ട്. അതെന്താണ്? അത് ഇഖാമത്ത് കൊടുക്കാന്നല്ല, നിസ്കാരം നിലനിർത്തുക എന്നുള്ള. നമസ്കാരം നിലനിർത്തുക. ആ അർത്ഥത്തിലും അഖാമ സ്വലാത്ത് എന്നിങ്ങനെയും പറയാം. അഖാമ സ്വലാത്ത് നമസ്കാരം നിലനിർത്തി. യുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നു. അപ്പൊ അതിന്റെ കൽപ്പനയായിട്ട് അഖിമി സ്വലാത്ത്, നിസ്കാരം നിലനിർത്തൂ. അതെ, നമസ്കാരം നിലനിർത്തൂ. മൽ ഫർഖു ബൈനൽ അബ്ദി വൽ ഉബൈദ്. അബ്ദും ഉബൈദും തമ്മിൽ എന്താ വ്യത്യാസം? അബ്ദും അടിമ, ഉബൈദും കുഞ്ഞു അടിമ. കുഞ്ഞടിമ. കുഞ്ഞു സുഹൈർ എന്ന് പറഞ്ഞ നുഫൈലും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പാറ്റേൺ പഠിച്ചിട്ടുണ്ടല്ലോ. അതെ, നുജൈമുൻ, അതിനാണ് എന്ത് പറയുന്നത്? സിയഗത്തു മാതാ തുസമ്മ സിയഗത്തുൽ ഉബൈദ്. സിയഗത്തു എന്ത് പറയും? തസ്ഗീർ എന്ന് പറയും, ചെറുതാക്കൽ.
ചെറുതാക്കൽ. സിയോൻ എന്ന് പറയോ? സിയകല്ല. മാതാ തുസമ്മ സിയകത്തുൽ ഉബൈദി. ഉബൈദ് എന്ന സിയകത്തിന്, ആ സിയകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഉണ്ടാക്കുന്ന പാറ്റേൺ. ആ പാറ്റേണിനെ സർഫിൽ എന്ത് പറയും? സർഫിൻ നെഹ്വും പറഞ്ഞില്ലേ? സർഫ് എന്ന് പറഞ്ഞാൽ വെർബ് കൺജുഗേഷൻ, ക്രിയാപരിവർത്തന പട്ടിക. ക്രിയാപരിവർത്തനത്തെയാണ്, ക്രിയയെ ഉദ്ദിഷ്ട അർത്ഥത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതാണ് സർഫ് എന്ന് പറയുന്നത്. ഗ്രാമർ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൊണ്ട് നമ്മ വന്നു, എവിടെ എന്തുകൊണ്ട് ഈ കസർ വന്നു, ഇന്ന വന്ന അങ്ങനെ കടന്നു വരുന്ന അഥവാത്തുകളുണ്ട്, ഈ കസർ വരുത്തുന്ന പദങ്ങൾ, വരുത്തുന്ന പദങ്ങൾ, അങ്ങനെയുള്ള സംഗതിയൊക്കെ അതൊക്കെ വരുന്നതാണ് നഹ്വ് എന്ന് പറയും. തുസമ്മ എന്ന് തുസമ്മ എന്ന് പറഞ്ഞാൽ പേര് വിളിക്കപ്പെടും, വിളിക്കപ്പെടും. സുനിശ്ചിതമായ. സുനിശ്ചിതമായ എന്നല്ല, എല്ലാ സ്ഥലത്തും ഒരേ അർത്ഥമല്ല സിസ്റ്റർ. പേര് വിളിക്കപ്പെടും. അജലും മുസമ്മ. ഇല്ല, അജലും മുസമ്മ എന്ന് പറഞ്ഞാലാണ് സുനിശ്ചിതമായത്. എല്ലാ സ്ഥലത്തും ഒരേ ഒരു അർത്ഥമല്ല. ഇല്ല, അജലും മുസമ്മ എന്ന് പറഞ്ഞാൽ പേര് പറയപ്പെട്ട അവധി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫൈഡ്. ഇവിടെ എന്താണ്? വിൽ ബി കോൾഡ് ഓർ നെയിംഡ്. മാതാസുസമ്മ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇസ്മു തസ്ഗീർ. ഇസ്മു തഫ്ദീൽ ഉണ്ടല്ലോ, അഫ്ദലു എന്ന് പറയുന്നത് ഇസ്മു തഫ്ദീൽ. അതേപോലെ ഇസ്മു തസ്ഗീർ. തക്ബീറും പറഞ്ഞോളൂ. ഇസ്മു തക്ബീർ. തക്ബീർ ആകുമ്പോ എന്തായി? വലുതാക്ക. അപ്പം അതല്ല കേട്ടോ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇസ്മു തഫ്ദീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ രൂപം? അഫ്ദലു ഫോർമാറ്റാണ്. അതേപോലെ ഇസ്മു തസ്ഗീർ എന്താണ്? ഉബൈദാകല്. സുഗൈർ, സുഗൈർ, ഉലൈദ്, തുഫൈല്. ഇപ്പൊ കുഞ്ഞൂഞ്ഞ്. തുഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുഞ്ഞൂഞ്ഞ്. കുഞ്ഞൂഞ്ഞ്. കുഞ്ഞൂഞ്ഞിനെ അറിഞ്ഞില്ല നിങ്ങൾക്ക്? കുഞ്ഞൂഞ്ഞെന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രസിദ്ധനായ ഒരാളുണ്ടായിരുന്നു. നിങ്ങളെ ഹിസ്ബിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അറിയാത്തത്. പാഠം തീർന്നു കേട്ടോ. വസൽത്തുൽ മദീനത്ത എന്ന് പറഞ്ഞാൽ എന്താ? വസൽത്തു ഇലൽ മദീനത്തി എന്നാണ് അർത്ഥം. വസൽത്തുൽ മദീനത്ത, വസൽത്തുൽ മദീനത്ത വസൽത്തുൽ ഇലൽ മദീനത്തി. രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. കിലാഹുമ സഹീഹുൻ. കിലാഹുമ എന്ന് പറഞ്ഞാൽ അപ്പൊ വസൽത്തു പിന്നെ മദീനത്ത എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ വസൽത്തു വേറൊരു സ്ഥലം പറയുമ്പോ അവിടെ റഫ് വരില്ല, ജെറ് വരില്ല. അല്ല, ജെറ് വരികയല്ല. അത് ജെറ് വരുന്ന ഇല വന്നുകൊണ്ടാണ് ജെറ് വന്നത്. പേര് മാത്രം വന്നാൽ അതിന്റെ മഫ്ഊലും ബിഹി ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. വസൽത്തു മക്കത്ത, വസൽത്തു മദീന. ദഖൽതു മക്തബൽ മുദീർ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ദഖൽതു പ്രവേശിച്ചു. എവിടെ പ്രവേശിച്ചു? മക്തബ. അപ്പൊ മഫ്ഊലും ബിഹി ആയിട്ടാണ് വരുന്നത്. മഫ്ഊലും ബിഹി ആയിട്ട് വരുമ്പോഴത്തേക്ക് നസ്ബ് കൊടുക്കണം. അല്ല, അങ്ങനെ പറയാലോ. ദഖൽതു ഇലാ മക്തബിൽ മുദീരത്തി. അവിടെ ഇല പറയാൻ പറ്റില്ല. അവിടെ ഇല പറയാൻ പറ്റില്ല. രണ്ടെണ്ണം പറയാൻ പറ്റില്ല. അവിടെ അദ്ഹബ് ഇലാ മക്തബിൽ മുദീർ എന്ന് പറയാൻ പറ്റും. ഞാൻ പോകുമ്പോഴേ. അല്ലെങ്കിൽ ദഹബത്തു ഇലാ മക്തബിൽ മുദീർ എന്ന് പറയാൻ പറ്റും. ഞാൻ അവിടെ പോയി എന്ന്, അതിലേക്ക് പോയി എന്ന് പറയാം. ദഖല വരുമ്പോ ദഖൽത്തു ഇല എന്ന് പറയാൻ പറ്റില്ല. അതേസമയം വസല എന്ന് പറയുമ്പോൾ എത്തി. എവിടെ എത്തി? വസൽത്തുൽ മദീനത്ത്. അപ്പം എവിടെ എത്തി എന്നുള്ളത് മഫ്ഊലും ബിഹി ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വസൽത്തു ഇല എന്നും പറയാം. കാരണം എന്താണ്? അത് വിശാലമായ സ്ഥലം എന്ന അർത്ഥത്തിലാണ്. അറ്റും ഇന്നും ഉപയോഗിക്കും ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിൽ അറ്റും ഇന്നും ഉപയോഗിക്കും. ബോംബെ എന്ന് പറയും. അറ്റ് ബോംബെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പെസിഫിക് സ്ഥലത്തിനാണ് അറ്റ് ഉപയോഗിക്കുന്നത്. ഇൻ പറയുമ്പോൾ ഇൻ ദ സിറ്റി എന്ന അർത്ഥമില്ല.
അതേപോലെയാണ് ഇവിടെ വസൽത്തുൽ മദീനത്ത എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പ്രിപ്പോസിഷൻ ഇല്ലാതെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാം. വസൽത്തു ഇലൽ മദീനത്തി എന്നും പറയാം. കിലാഹുമാ സഹീഹുൻ. യുജ്മഉ മഅനൻ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, യുജ്മഉ മഅനൻ. മഅനൻ നേരത്തെ നമ്മൾ ഏകവചനം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മഅനൻ എന്നാണ്. അപ്പൊ യുജ്മഉ മഅനൻ, മഅനൻ എന്നതിന് ജംഅ ആക്കപ്പെടും. അല മആനിൻ, മആനിൻ എന്നാണ് അതിന്റെ ജംഅ. ഹാക്ക അംസിലത്തിൻ ഉഖ്റ, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ മഅനയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹാക്ക അംസിലത്തിൻ ഉഖ്റ, ഹാക്ക എന്ന് പറഞ്ഞാൽ യു ടേക്ക്, ഇതാ നിനക്കുണ്ട് ആ അംസിലത്തിൻ ഉഖ്റ. മറ്റേത് ഉദാഹരണം. You have more example. You have another examples. You have other examples. لمثل هذا الجمع similar to this plurals. ജാരിയത്തിൻ, ജാരിയത്തുൻ, ജവാരിൻ, ജവാരിൻ, ജവാരിൻ. ജവാരിൻ പഠിച്ചിട്ടുണ്ടോ ഖുറാനില്? മൃഗം, വന്യമൃഗം എന്നോ അല്ല, പെൺകുട്ടി പഠിച്ചിട്ടില്ല നമ്മള്? അറക്കുന്ന പെൺകുട്ടിന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സുഹൃത്ത് അമ്മ പഠിച്ചിട്ടുണ്ട്. ജവാരിൽ കുന്നസ്. അമ്മയിലാണോ? അൽ ജവാരിൽ കുന്നസ്. ഉണ്ട്. ഭയങ്കര മെമ്മറിയാണ്. അൽ ജവാരിൽ കുന്നസ്. അപ്പൊ എന്താണ്? അത് ജാരിയത്താണ്, ജാരിയത്ത് ഒഴുകുന്നത്. ജവാരിൻ എന്നാണ് അതിന്റെ അൽ ചേർന്ന് വന്നാലാണ് ജാവരി, അൽ ജവാരി. പെൺകുട്ടി എന്നുള്ള അർത്ഥമല്ല, ജാരിയത്തിന് പെൺകുട്ടി എന്ന അർത്ഥമുണ്ട്. പിന്നെ എന്തൊക്കെ അർത്ഥമുള്ളതിന്? അങ്ങനെ ചോദിക്കല്ലേ. അയൽവാസിയർ. മൃഗം എന്നൊന്നുമില്ലല്ലോ അർത്ഥം. മൃഗമെന്ന ഇല്ല. മൃഗം നമ്മൾ നിങ്ങൾ മൃഗം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ആ സൂറത്തിന്റെ മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതെ, അത് ഞാൻ ചോദിച്ചത് ഉണ്ടോന്ന്. അതിന്റെ തുടക്കത്തിൽ വരുന്നുണ്ട്, വൈദൽ വഹൂഷ ഹുശിറത്ത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ മുമ്പ് പഠിച്ചതിൽ ജാരിയത്തൊന്ന് വാക്ക് പഠിച്ചിട്ടുണ്ടാവും അല്ല? ജവാരിൻ, ബലിയിറക്കുന്നൊക്കെ പറയുമ്പോ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മായിതയിലോ അല്ലെങ്കിൽ വാക്ക് ഓർമ്മ വരുന്നില്ല. മാഷിയത്തുണ്ട്, മാഷിയത്ത്. മൃഗങ്ങൾക്ക് മാഷിയത്ത് എന്ന് പറയും. നടക്കുന്നത്. മാഷിയത്ത് എന്ന് പറഞ്ഞാൽ നടക്കുന്നതാണ്. മവാഷിൻ, അതേപോലെ ദാഴിയത്തുൻ. ദാഴിയത്തരാണ് ക്ഷണിക്കുന്നവൾ. ദാഴിയത്ത്. ദവാഇൻ, ക്ഷണിക്കുന്നവർ എന്ന അർത്ഥത്തിലും വരും. ദവാഇ എന്ന് പറയുന്ന ഉസ്താദേ ദുആത്ത് വരെ വരുന്നത് പോലെ ദാഴിയത്ത്. അങ്ങനെയാണ് ദവാഇ ജംഉ ജവാമി ആയി. ആദിത്യ ബഹുജനം. അതേപോലെ നാദിൻ. നാദിൻ ആരാ? നമ്മൾ പഠിച്ചല്ലോ, വിളിക്കുന്നവൻ. ആ വിളിക്കുന്നവൻ. നാദിൻ. അപ്പൊ അതിന്റെ ബഹുജനം നവാദിൻ. ലൈലത്തുൻ, ലയാലിൻ. അത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെ? സബ ലയാലിൻ വസമാനിയത്ത് അയ്യാം, ലയാലിൻ അശർ. هذه الأسماء على وزن مفاعل. مواشن، دواعٍ، غير أنها تنون في الرفع والجر.
ഇതെന്താണ്? മാനിയൻ. غير أنها تنون في الرفع والجر ولا تجر بالفتحة ولا تنوين تجر بالفتحة. منبين تقول للواو معان للواو غير معان رفع جر غير أنه എന്ന് പറഞ്ഞാൽ except except تنون في الرفع والجر എന്തിനും കൊടുക്കില്ലാന്നോ? തൻവീൻ കൊടുക്കില്ലാന്നോ? തുനവ്വനു തൻവീൻ നൽകപ്പെടും. റബ്ബ് ആ പുസ്തകത്തിന് ജറ് ചെയ്യുന്ന അവസരത്തിൽ في الرفع والجر ولا تجر في الفتح ولا تجر بالفتحة. ഫതഹത്ത് കൊണ്ട് മഫാഇൽ വന്നപ്പോഴത്തേക്ക് എന്തായി? മഫാഇല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാനി അല്ലെ മഫാഇലിന് എന്താ ചെയ്യല്? മഫാഇലിന് അവിടെ ഗൈർ മുൻസരിഫാണ്. പക്ഷേ അതെന്ത് ചെയ്യും? ഇവിടെ റഫ്ഇലും ജറിലും എന്ത് ചെയ്യും? തൻവീൻ സ്വീകരിക്കും. ഈ പറഞ്ഞ നാമങ്ങളെല്ലാം എന്താണ്? മഫാഇൽ പോലെ ഗൈർ മുൻസരിഫാണ്. ഗൈറ അന്നഹാ തുനവ്വനു, അതേസമയം അത് തൻവീൻ സ്വീകരിക്കപ്പെടും അല്ലെങ്കിൽ തൻവീൻ ചെയ്യപ്പെടും. റഫ്ഇ വൽ ജർരി, കസറിന്റെ സ്ഥാനത്തും റഫ്ഇന്റെ സ്ഥാനത്തും എന്ത് ചെയ്യും? തൻവീൻ സ്വീകരിക്കപ്പെടും. വലാ തുജറു ബിൽ ഫതഹത്തി, അതെന്ത് ചെയ്യൂല? മഫാഇലിന് എന്ത് ചെയ്യും? മഫാഇലിന് കസർ ഒന്നാ എന്താ? ഇലാ മസാജിദ എന്നാണ് പറയാ. ഇലാ മസാജിദി എന്നല്ല പറയാ. മനസ്സിലായില്ലേ? ഇലാ മസാജിദ എന്നാണ് പറയുക. മസാജിദ് ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ജറിന് പകരം ഫതഹാണ് കൊടുക്കുക. അതേസമയം ഇവിടെ എന്ത് ചെയ്യൂല? വലാ തുജറു ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് ജർ ചെയ്യൂല. ഇത് തൻവീൻ സ്വീകരിക്കും. ഇവയെല്ലാം തൻവീൻ സ്വീകരിക്കും. മഅനൻ മആനിൻ എന്ന് പറഞ്ഞില്ലേ? മവാഷിൻ, അവിടെ എല്ലാം എന്ത് ചെയ്യും? അത് തൻവീൻ സ്വീകരിക്കും. പക്ഷേ കസറിന്റെ സ്ഥാനത്ത് വരുമ്പോ മഫാഇൽ മസാജിദ് പോലെ കസറിന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഫതഹ കൊണ്ട് ആയിരിക്കൂലെന്ന്. കസറിന് വലാ തുജറു, കസർ ചെയ്യപ്പെടുകയില്ല. ബിൽ ഫതഹത്തി, ഫതഹത്ത് കൊണ്ട് കസർ ചെയ്യപ്പെടുകയില്ല. ഉദാഹരണം ലിൽ വാവി മആനിൻ. എന്താണ് ലിൽ വാവി മആനിൻ എന്ന് പറഞ്ഞാല് റഫിന്റെ സ്ഥാനത്താണ്. മആനിയുൻ എന്നാണ്. ഇതിൽ തൻവീൻ ഇട്ടിട്ടുണ്ട്. അവിടെ തൻവീൻ സ്വീകരിച്ചിട്ടുണ്ട്. റഫിന്റെ സ്ഥാനത്താണ് തൻവീൻ സ്വീകരിച്ചത്. മആനിൻ കസീറത്തുണ്ട്. കാരണം കസീറത്തിന് ലമ്മ വന്നാൽ എന്തായിരിക്കും? അതിന്റെ മുമ്പുള്ളതിന് ലമ്മായിരിക്കും. കാരണം എന്താണ്? കസീറത്ത് എന്നുള്ളത് വിശേഷണമാണ്. അപ്പം നമ്മളതാണ്. മാത്രമല്ല ലിൽ വാവി മആനിൻ, എന്താണ്? മആനിൻ എന്നത് മുബത്തദയാണ്. ലിൽ വാവി മആനിൻ, വാവിന് എന്തുണ്ട്? അർത്ഥങ്ങളുണ്ട്. കസീറത്തിന് ധാരാളം. അപ്പൊ എന്താണ്? അത് റഫിന്റെ സ്ഥാനത്ത് വന്നപ്പോ തൻവീൻ സ്വീകരിച്ചു. തഅത്തിൽ വാവു ലി മആനിൻ, അവിടെ എന്താണ്? കസർ വന്നു. കസർ വന്നപ്പോഴത്തേക്ക് എന്തായി? അവിടെ ലി മആനിൻ, ഈ ഹർഫ് ജറാണ്. മആനിൻ കസർ വന്നു. കസീറത്തിൻ, കസീറത്ത് വിശേഷണമാണ്. അവിടെ കസറുണ്ട്. അപ്പൊ മആനിൻ എന്ന് പറഞ്ഞ ഒറിജിനൽ കസറാണ്. ഇവിടെ മആനിൻ എന്ന് പറഞ്ഞ എന്താണ്? ലമ്മിന്റെ സ്ഥാനത്താണ് തൻവീൻ കസർ കിടക്കുന്നത്. കാരണം മആനി യുന്നാണ്. അവിടെ ലമ്മ് സ്വീകരിക്കാത്തതുകൊണ്ട് മആനിൻ കസറില്ല, നൂന് കസർ തൻവീൻ കൊടുക്കുക. നമ്മൾ പറയുന്ന വിഷയം തൻവീന് എന്ന് പറയുന്നത് എപ്പോഴും അവസാനത്തിൽ തന്നെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ നേരത്തെ മഅനൻ എന്ന് പറഞ്ഞപ്പോ അവസാനത്തെ അക്ഷരം ഏതാ? അലിഫാണ്. അത് തൊട്ട് മുമ്പാണ് തൻവീൻ കൊടുക്കുന്നത്. പക്ഷെ തൻവീൻ സ്വീകരിച്ചു എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ തൻവീൻ സ്വീകരിക്കും. സാധാരണ മസാജിദ് മഫാഇൽ വസിൻ എന്താണ്? തൻവീൻ സ്വീകരിക്കുകയില്ല. പക്ഷെ ഇവിടെ തൻവീൻ സ്വീകരിക്കും. സ്വീകരിക്കും. അതെ. അതേസമയം ഫതഹ വരുമ്പോൾ അരിഫു ലിൽ വാവി മആനിയ എന്നാണ് പറയുക. മആനിയ എന്ന് പറയും. ഗൈറ അന്നഹാ തുനവ്വനു ഫിർ റഫ്ഇ വൽ ജർരി എന്ന് പറഞ്ഞില്ലേ? റഫ്ഇലും
ജറിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തെൻവീൻ സ്വീകരിക്കുകയുള്ളൂ. തെൻവീൻ സ്വീകരിക്കുകയുള്ളൂ. നെസ്ബിന്റെ കാര്യം പറഞ്ഞില്ല. നെസ്ബ് വന്നാൽ എന്ത് ചെയ്യും? നെസ്ബ് വന്നാൽ അലിഫ് ലിൽ വാവി മആനിയ എന്നാണ് പറയുക. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് മആനി യുൻ എന്ന് പറയുന്നിടത്ത് യാഇനാണ് അവസാനത്തെ അക്ഷരം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? യാഇനുള്ള അമ്മ കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തഅത്തിൽ വാവു ലി മആനി യിൻ എന്നാണ്, അവസാനത്തിൽ യായാണ്. യാക്ക് കസറും കൊടുക്കാൻ പറ്റില്ല. യാക്ക് കസറും ലമ്മും എന്താണ്? യായ സമയത്തോളം യാ ദുർബലാക്ഷരമാണ്, അതുകൊണ്ട് കസറും ലമ്മും വളരെ ഹെവിയാണ്, അതിന് സ്വീകരിക്കില്ല. അതേസമയം ഫത്തഹ് സ്വീകരിക്കും വരുമ്പോൾ അവിടെ തൻവീൻ സ്വീകരിക്കില്ല, ഫത്തഹ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? അത് ഗൈർ മുൻസരിഫാണ്. ഗൈർ മുൻസരിഫാണ്. മറ്റിടത്ത് എന്താ ഗൈർ മുൻസരിഫായിട്ടും തൻവീൻ സ്വീകരിച്ചത്? അവിടെ ആ ഗൈർ മുൻസരിഫിന്റെ അക്ഷരം അവിടെ ഇല്ല, അവസാനത്തെ അക്ഷരം ഇല്ല. അക്ഷരം ലിൽ മആനിയു എന്നാണ് വരേണ്ടത്. മആനിയു എന്നാണ് വരുന്നത്. മആനിയു എന്ന് വരുന്നത് ലമ്മ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ അക്ഷരം പോയി. അപ്പൊ എന്താ? ആ പാറ്റാണ് അങ്ങ് പോയി. അപ്പൊ ആ പാറ്റാണ് അങ്ങ് പോയി. പാറ്റേൺ പോയപ്പോ എന്തായി? തെൻവീൻ കൊടുത്തു. അതേപോലെ മആനി എന്നാണ് വരുന്നത്, മആനിയിൻ എന്നല്ല വരും. അപ്പൊ അവിടെ പിന്നെ ജറ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ജറ് വരുമ്പോ നെസ്ബ് കൊണ്ട് ഫത്തഹ് കൊടുക്കൂല, അല്ല ഫത്തഹ് കൊണ്ട് ചെയ്യൂല, ജറ് ചെയ്യൂല. അപ്പൊ എന്താണ്? അവിടെ യാ ദുർബലാക്ഷരം പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അവിടെ ആ തെൻവീൻ മുമ്പുള്ള അക്ഷരത്തിനായി കൊടുക്കും. അവസാനം വരുമ്പോൾ യാ വരുമ്പോഴത്തേക്ക് അവിടെ പാറ്റേൺ നിലനിൽക്കുന്നതുകൊണ്ട് തെൻവീൻ കൊടുക്കൂല, എന്ത് ചെയ്യും? ഫത്തഹ് കൊടുക്കും. ചില ആൾക്കാർ അനക്കൊന്നുമില്ല, ഇതൊരു ഉറക്കായോ? അല്ല, ഉറങ്ങില്ല സാർ, ഉണ്ട്. ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഈ പാർട്ട് 3 എന്ന് പറയുന്ന എല്ലാം നമ്മൾ എന്താണ്, അതിന്റെ ഭാഷയിലെ ആഴത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആഴത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴത്തിലേക്കല്ല, ട്രഡീഷണലി പഠിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിക്കാതെ വെച്ച് മാറ്റി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ വരും. ഈ പാർട്ട് 1 ലും 2 ലും കൂടെ മിക്കവാറും പഠിച്ചു തീർക്കും. അപ്പൊ നേരത്തെ വാരി ഇറക്കി വെച്ചിരുന്ന ഭാരങ്ങളെല്ലാം നമ്മൾ കുറേശ്ശെ എടുത്തുകൊണ്ട് പോവുകയാണ്. നേരം വെയിറ്റ് കൂടുതൽ തോന്നുന്നു. ഓക്കെ, റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ നമുക്ക്. ആമീൻ. അല്ലാഹുമ്മ യസ്സിർ ലനാ ഉമൂറനാ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ നോക്കിയില്ല കേട്ടോ. നിങ്ങളുടെ മെസ്സേജ് ഞാൻ ഇന്നും കണ്ടായിരുന്നത്, നോക്കാൻ പറ്റില്ല. നമ്മളൊരു സ്റ്റാഫില്ലാത്തതും ആ പണിയെല്ലാം ഞാൻ തന്നെ ചെയ്തു. അടുത്ത മാസം മുതൽ പുതിയ ആളെ കണ്ടത്. വേറെന്താ നിങ്ങൾ പറയാൻ പോയത്? അരിഫു ഇവിടെ പറഞ്ഞതാണോ? അതെ, ലാസ്റ്റ്. അതായത് ഇവിടെ പറഞ്ഞതെല്ലാം ഓരോ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഉദാഹരണം 1, ലിൽ വാവി മആനിൻ കസീറത്തുൻ. വാവിന് വ്യത്യസ്തമായ അല്ലെങ്കിൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. ഒരു സെന്റൻസ് പറഞ്ഞതാണ്. എന്നിട്ട് മആനിന്റെ അവിടെ തെൻവീൻ സ്വീകരിച്ച കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ ഉദാഹരണം തഅത്തിൽ വാവു ലി മആനിൻ കസീറത്തിൻ. വാവ് വ്യത്യസ്തമായ അർത്ഥങ്ങൾക്ക് വരും. അവിടെ ലീ വന്നിടത്ത് ലീ ഉപയോഗിച്ച് മആനിൻ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. മൂന്നാമത് പറഞ്ഞത് അരിഫു ലിൽ വാവി. എനിക്കറിയാം ലിൽ വാവി, വാവിന് മആനിയ. എന്താക്കി? മആനി എന്ന വാക്കിനെ മഫ്ഊലും ബിഹി ആക്കി ഉപയോഗിച്ചതാണ്. ഇതിനു വേണ്ടി അവിടെ മഫ്ഊലും ബിഹി ആണ് അവിടെ
നെസ്ബ് ചെയ്യപ്പെട്ടതായിട്ട് വരും എന്ന്. നെസ്ബ് വരുമ്പോൾ ഫതഹത്ത് വരും എന്ന് കാണിക്കാൻ വേണ്ടി, ഫതഹത്ത് വരും, അവിടെ തൻവീൻ സ്വീകരിക്കില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഉദാഹരണം പറഞ്ഞതാണ്. ആരിഫ് ഞാൻ അറിയും, എനിക്കറിയും, ഇതിൽ ഭാവി വാവിനുണ്ട് മആനിയ കസീറത്തൻ, ധാരാളം അർത്ഥങ്ങൾ. ഒരു സെന്റൻസിനെ വ്യത്യസ്ത സെന്റൻസ് ആക്കി പറഞ്ഞതേ ഉള്ളൂ. ഈ മആനിൻ എന്ന വാക്കിന് തൻവീൻ വരും, കസർ വരും, കസറിന്റെ സ്ഥാനത്ത് തൻവീൻ വരും, ജറിന്റെ സ്ഥാനത്ത് തൻവീൻ വരും, അതേപോലെ റഫിന്റെ സ്ഥാനത്തും തൻവീൻ വരും. നെസ്ബ് വരുമ്പോൾ അവിടെ തൻവീൻ വരികയില്ല, അവിടെ അക്ഷരം പൂർണ്ണമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ പാറ്റേൺ വരുന്നതുകൊണ്ട് പിന്നെ തൻവീൻ വരില്ല എന്ന് പറയാൻ വേണ്ടി 3 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മഅനിൻ കസീറത്ത് എന്ന് പറയുമ്പോ അതിന്റെ വിശേഷണമാണല്ലോ ഈ കസീറത്ത് എന്ന് അതെ, പറയുന്നത്. കസീറത്ത് എന്ന് പറയുന്നത് എപ്പോഴും വിശേഷമായിട്ട് വരുള്ളൂ അല്ലേ? അതേ അടയാളത്തിൽ മാനിയൻ എപ്പോഴും എന്നല്ല, അതെ, മിക്കവാറും അത് വിശേഷമായിട്ട് അറിയുന്നില്ല. മാനി അർത്ഥമുണ്ട്, കസീറത്തിന് ധാരാളം അർത്ഥമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാല് കസീറത്തും വിശേഷണമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തൊട്ട് മുമ്പുള്ള എന്തായിരിക്കും? മൻഊത്തായിരിക്കും, വിശേഷിപ്പിക്കപ്പെടുന്നതായിരിക്കും. അപ്പൊ ഈ കസീറത്തിന് എന്ത് അടയാളമാണോ ഉള്ളത് അതേ അടയാളമാണ് ഒറിജിനലി അതിലുണ്ടായിരിക്കുക. അപ്പൊ ഒന്നാമത് പറഞ്ഞതില് മആനിൻ റഫ്അ് ചെയ്യപ്പെട്ടതാണ്, രണ്ടാമത് പറഞ്ഞിടത്ത് മആനിൻ ജർ ചെയ്യപ്പെട്ടതാണ് ലീ വന്നതുകൊണ്ട്, മൂന്നാമത് പറഞ്ഞാല് മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ഒരുപാട് ചിന്തിക്കരുത് കേട്ടോ, പ്രത്യേകിച്ച് ഗ്രാമറില്. ചിന്തിച്ചത് കൊണ്ടാണ് മനസ്സിലാവുന്നത്. ചിന്തിക്കണം, അപ്പഴേ നമുക്കൊക്കെ ഒരുപാട് ചിന്തിക്കരുതെന്ന്. ഗ്രാമർ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭാഷ ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയുള്ള ഗ്രാമറെ നമ്മൾ പഠിക്കാവൂ. എന്നിട്ട് പിന്നീട് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം വരും. ഞാനൊക്കെ പഠിപ്പിക്കാൻ നേരത്താണ് പഠിക്കാൻ തുടങ്ങിയത്. അന്ന് നമ്മളൊക്കെ കിതാബ് വായിച്ച മനസ്സിലാണ് പരീക്ഷ എഴുതിയ പാസ്സാകാം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പിന്നെ മറ്റേ മുളാഫിന്റെ ഇത്, അതെ, അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, യാവുൽ മുത്തക്കല്ലിമിന് ഫത്ത് വരുന്ന സന്ദർഭം, യാവുൽ മുത്തക്കല്ലിമിന് ഫത്ത് വരുന്ന സന്ദർഭം ഇവിടെ അല്ലല്ലോ ചോദിച്ചത്, അവിടെ അല്ലേ ചോദിച്ചത്? അത് രണ്ടും ഖുർആന്റെ ഭാഗത്താണ് ചോദിച്ചല്ലേ? അത് ഞാനൊരു പ്രസന്റേഷൻ ഉണ്ടാക്കി ലദയ്യാന്ന് വരുമ്പോ അതായിരിക്കും ചോദിച്ചത്. അതല്ല രണ്ട് യാ, ഒരു യായും യാഉൽ മുത്തക്കല്ലിമിന് ഫത്ഹ് വരുന്നത്. അപ്പൊ ഇപ്പോൾ 10 മണിക്ക് വരുന്നത് എന്തായാലും ശരിയാവില്ല കേട്ടോ, എല്ലാവർക്കും മനസ്സിലാണ്ട കാര്യം. അത് അഞ്ഞാമിലല്ലേ ചോദിച്ചത്? അത് മഹിയാ അവിടെ എന്താണ്? അലിഫാണ്, ഫത്ഹുള്ളടുത്ത് അലിഫാണ്. ഫത്ഹിന് ശേഷം അലിഫ് വന്നു, അതിനുശേഷം എന്താണ്? യാ. അവിടെ എന്ത് ചെയ്യും? നിർബന്ധമായും ഫത്ഹ് കൊടുക്കണം. പിന്നെന്താണ്? അതേപോലെ കസ്റിന് ശേഷം യാ വരും, കസ്റിന് ശേഷം യാ വരും. ആ യാവിന്റെ കൂടെ ഇത് വന്നാൽ എന്ത് ചെയ്യണം? വാലിദൈൻ അല്ല, കസ്റിന് ശേഷം അതേപോലെ വാലിദയ്യ എന്ന് പറഞ്ഞ വേറൊരു സന്ദർഭമാണ്. കസ്റിന് ശേഷം യാ വരുന്ന കസ്റിന് ശേഷം അല്ല, എനിക്ക് 10 മണിയൊന്നും ആയിട്ടില്ല. കസ്റിന് ശേഷം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കസ്റിന് ശേഷം യാ വരുന്ന സന്ദർഭം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ അതിനോട് മുത്തക്കല്ലിം യാൽ മുത്തക്കല്ലിം ചേർത്താൽ അവിടെ ഫത്ഹ് കൊടുക്കും. ഇത് രണ്ടും വാജിബായ സന്ദർഭമാണ്. പിന്നെ അതേപോലെ മുസന്ന വരുന്ന യുവജനം വരുമ്പോൾ വാലിദൈനി, അപ്പൊ വാലിദൈനി വരുന്നിടത്ത് യാൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്താൽ എന്താവും? യാന് സുക്കൂനാണ്. വാലിദൈനിയിലെ ഞാൻ പോവല്ലോ. ഞാൻ പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, അഞ്ഞാമിന്റെ ഇതിൽ വരും, അഞ്ഞാമിൽ ഉണ്ടാക്കി വെച്ചിരിക്കാം.
വാലിദൈനി. അതേപോലെ അപ്പോ യാ ചേർക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? വാലിദൈനി. യാ മുത്തകല്ലിം ചേർക്കുമ്പോ അവിടെ യാന് പത്ത് കൊടുക്കണം, നിർബന്ധമായിട്ട് പത്ത് കൊടുക്കണം. വാലിദയ്യ റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ. ഒന്നുകൂടെ ഉണ്ട്. പത്ത് ബാക്കി വന്നതിന് ശേഷം സ്ഥലങ്ങളിലെല്ലാം വജ്ജഹത്ത് വജിഹിയ എന്ന് പറഞ്ഞെടുത്ത് എന്താണ്? അവിടെ ഓപ്ഷണലാണ്. വജ്ജഹത്ത് വജിഹിയ എന്ന് പറഞ്ഞില്ലേ, അവിടെ ഓപ്ഷണലാണ്. വജ്ഹി എന്നും പറയാ, വജിഹി എന്നും പറയാം, വജിഹി എന്നും പറയാം, വജിഹിയ എന്നും പറയാം. അപ്പൊ എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റൂ സാർ? എല്ലായിടത്തുമല്ല, അതായത് വാജിബായ സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ. സ്ഥലങ്ങൾ വാജിബായ ഒരു സ്ഥലം കൂടെ അല്ല, ഞാൻ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഓർമ്മ. മഹിയ എന്ന് പറഞ്ഞിട്ട് അലിഫിന് ശേഷം പത്തിന് ശേഷം അലിഫ് വന്നില്ലേ? പത്തിന് ശേഷം അലിഫ് എന്ന വാക്ക്, അതിനുശേഷം യാൽ മുത്തകല്ലിം വന്നാൽ അവിടെ നിർബന്ധമായും യാൽ മുത്തകല്ലിം പത്ത് കൊടുക്കണം. അലിഫ് തൊട്ട് മുന്നേ വന്നാല് പിന്നെ അതേപോലെ മദ്ദർഷം വന്നാൽ എങ്ങനെയാണോ? അതെ, പിന്നെ അതേപോലെ മദ്ദർഷം എന്ന് പറയാൻ പൊതുവിൽ പറയാൻ പറ്റും. കെസറിന് ശേഷം യാ വരുന്ന സന്ദർഭമുണ്ട്. അത് ഞാൻ അതിനോട് നോക്കണം. ഉദാഹരണം എഴുതി വെച്ചില്ല, പ്രസന്റേഷൻ ഉണ്ടാക്കി വെച്ചില്ല. അന്ന് പറയുമെന്ന് പറഞ്ഞില്ല, പക്ഷെ അന്ന് സമയം തീർന്നുകൊണ്ട് പിന്നെ അത് കൈ പോയില്ല. കഴിഞ്ഞ അഞ്ഞാമിന്റെ ക്ലാസ്സിൽ അവിടെ ബൈത്തി എന്ന് പറയാം, ബൈത്തിയ എന്ന് പറയാം. വജിഹിയ പോലെയാണ്. അതങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അതെ, അതായത് വജുഹുൻ എന്നിടത്ത് എന്താണ്? വജുഹിന് ഒറിജിനലി കസറല്ല. വജുഹിന് ഒറിജിനലി കസറല്ല. ഒറിജിനലി കസറിന് ശേഷം, ഒറിജിനലി കസറുള്ളതിന് ശേഷം യാ വരുന്നിടത്താണ് അവിടെ നിർബന്ധമായിട്ട് വരുന്നത്. വജുഹുൻ എന്നാണല്ലോ പദം. വജുഹിന് ശേഷം യാ മുത്തകല്ലിം ചേർക്കുകയാണ്. അപ്പൊ യാ മുത്തകല്ലിമിന് ഉചിതമായ അടയാളം വജുഹിന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് വജിഹിയ വരുന്നത്, വജിഹി എന്ന് വരുന്നത്. അവിടെ എന്ത് ചെയ്യാം? വജിഹി എന്നും പറയാം, വജിഹിയ എന്നും പറയാം. നിർബന്ധമായ ഭാഗങ്ങൾ ആദ്യം പഠിച്ചു വയ്ക്കുക. പത്തിന് ശേഷം അലിഫ് വരുന്നിടത്തും, കെസർ നിർബന്ധമായി കെസറിന് ശേഷം യാ വരുന്നിടത്തും യാ മുത്തകല്ലിമി ചേർത്താൽ എന്താവും? യാ മുത്തകല്ലിമിന് പത്ത് കൊടുക്കണം. പത്തിന് ശേഷം അലിഫ് വന്നു, മഹിയ പോലെ. മഹിയാക്ക് എപ്പോഴും എന്താണ്? മഹിയ തന്നെയല്ലേ ഉള്ളത്. അപ്പം അവിടെ എന്താണ്? നിർബന്ധമായത് സ്ഥിരമായ അവിടെ യഥാർത്ഥ ഒറിജിനലി അവിടെ പത്താണുള്ളത്. പത്തിന് ശേഷം അലിഫ് വന്നു. അതേപോലെ ഒറിജിനൽ കെസറിന് ശേഷം യാ കിടക്കുകയാണ്. ഒറിജിനൽ കെസറിന് ശേഷം യാ ഉണ്ട് അവിടെ. ആ യാന്റെ കൂടെ യാ മുത്തകല്ലിം ചേർത്തു. അപ്പോഴെന്ത് ചെയ്യണം? പിന്നെ പത്ത് കൊടുക്കണം, നിർബന്ധമായി പത്ത് കൊടുക്കണം. അതേപോലെ ദ്വിവചനത്തിന്റെ കൂടെ ദ്വിവചനത്തിന്റെ കൂടെ എന്ത് ചെയ്യും? ദ്വിവചനത്തിന്റെ കൂടെ യാ മുത്തകല്ലിം ചേർത്താൽ ദ്വിവചനത്തിന്റെ നാ പോകൂലേ? അതെ, യാ പോകുമ്പോ ഷദ്ദ വരും. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ പത്ത് കൊടുക്കണം. വാലിദയ്യ. വോയിസ് ഇട്ടുണ്ട്. അല്ല, ആ പ്രസന്റേഷൻ ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഇട്ടേരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും.